അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ പ്രാരംഭ ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത്. തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിൽ ദുരുപദേശങ്ങൾ സംബന്ധിച്ച മുന്നറിയിപ്പാണ് വിശുദ്ധ പൗലോസ് നൽകുന്നത്. ദുരുപദേശങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഒന്നാം അധ്യായം. അത് നമുക്ക് 3 ഭാഗങ്ങളായിട്ട് തിരിച്ചു പഠിക്കാം. ഒന്നാമത്തെ ഭാഗം എഫെസോസിൽ വ്യാപിച്ചിരുന്ന ദുരുപദേശം. അത് 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലാണ് എഫെസോസിലെ ദുരുപദേശത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 3 മുതൽ 11 വരെയുള്ള ഭാഗം. പന്ത്രണ്ട് മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് നൽകുന്ന ഉപദേശമാണ്, പഥ്യോപദേശമാണ്. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് നൽകുന്ന പ്രത്യേകമായ പഥ്യോപദേശമാണ് 12 മുതൽ 17 വരെയുള്ള വാക്യം. 18 മുതൽ 20 വരെ തിമോത്തിയോസിന് നൽകുന്ന ആത്മീയ പ്രബോധനമാണ്. 18, 19, 20 വാക്യങ്ങൾ. അപ്പം എഫെസോസിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന തിമോത്തിയോസിന് അവിടെ വ്യാപിച്ചിരുന്ന ദുരുപദേശങ്ങളെ നേരിടുവാനും എതിർത്തു നിൽക്കുവാനും ഉള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഈ ലേഖനത്തിലൂടെ പ്രധാനമായിട്ടും വിശുദ്ധ പൗലോസ് നൽകുന്നത്. നാം നേരത്തെ പഠിച്ചതുപോലെ എഫെസോസിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന ദുരുപദേശം എന്ന് പറയുന്നത് യവന മതത്തിന്റെ, ഗ്രീക്ക് മതത്തിന്റെ സ്വാധീനം കൊണ്ട് ഉണ്ടായിരുന്ന കെട്ടുകഥകൾ, മിഥോളജി, കെട്ടുകഥകൾ. രണ്ടാമത്തേത് യഹൂദന്മാരുടെ സ്വാധീനം കൊണ്ട്, യഹൂദമതത്തിന്റെ സ്വാധീനം കൊണ്ടുണ്ടായിരിക്കുന്ന വംശാവലികൾ. ഈ 2 പ്രധാനപ്പെട്ട ഉപദേശധാരയാണ് എഫെസോസ് സഭയെ ആ കാലഘട്ടത്തിൽ സ്വാധീനിച്ചിരുന്നത്. എഫെസോസ് പട്ടണം നാം നേരത്തെ പഠിച്ചതുപോലെ ചക്രവർത്തി ആരാധനയ്ക്ക്, ചക്രവർത്തിയെ കർത്താവ് എന്ന് വിളിക്കുന്ന ചക്രവർത്തി ആരാധനയ്ക്ക് പേരുകേട്ട സ്ഥലമായിരുന്നു. റോമ സാമ്രാജ്യത്തിൽ ചക്രവർത്തി ആരാധന നിലനിൽക്കുന്നുണ്ട്. അതിൽ ഈ എഫെസോസ് പട്ടണം ആ ഒരു ആരാധനയ്ക്ക്, ചക്രവർത്തി ആരാധനയ്ക്ക് വളരെയധികം പ്രസിദ്ധമായിരുന്നു. മറ്റൊന്ന്, വിഗ്രഹാരാധനയും അസന്മാർഗികതയും ഈ ഒരു പട്ടണത്തിൽ വളരെ പ്രബലമായിരുന്നു. ഗ്രീക്ക് മതങ്ങൾ കൂടാതെ, ഗ്രീക്കുകാരുടെ പ്രധാനപ്പെട്ട മതചിന്ത കൂടാതെ ധാരാളം കൾട്ടുകൾ, ധാരാളം നിഗൂഢ മതങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ അസന്മാർഗികതയും മന്ത്രവാദവും ചക്രവർത്തി ആരാധനയും വിഗ്രഹാരാധനയും എല്ലാം സാധാരണമായ കാര്യമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അവിടെ സഭയെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യഹൂദന്മാരും യവനന്മാരും 2 ചിന്താധാരകളാണ് പഠിപ്പിച്ചത്. കുടുംബങ്ങളുടെയും പട്ടണങ്ങളുടെയും അതുപോലെ
വ്യക്തികളുടെയും ഒക്കെ ചരിത്രവും പാരമ്പര്യവും എഴുതി വെക്കുക പുരാതന കാലത്തെ പ്രത്യേകതയാണ്. അപ്പോൾ അങ്ങനെ കുടുംബങ്ങൾ ദൈവങ്ങളുമായി, ദേവതകളുമായി ബന്ധമുള്ള ഒരു വിശ്വാസം, ബന്ധമുണ്ടെന്നുള്ള ഒരു വിശ്വാസം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ വംശാവലികളെ വളരെയധികം പ്രാധാന്യത്തോടെ അവർ നോക്കുന്ന ഒരു രീതി ഉണ്ടായി. ഈ യവനന്മാരെ സംബന്ധിച്ച് അവരുടെ ഏതെങ്കിലും ഒരു ദേവത അല്ലെങ്കിൽ ഒരു ദേവൻ മനുഷ്യനിൽ ആവസിച്ച് അവരിലൂടെ ഉണ്ടാകുന്ന, മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ദേവൻ ഏതെങ്കിലും ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് ആരംഭിക്കുന്ന കുടുംബമായിട്ട് അവരുടെ കുടുംബങ്ങളെ സ്ഥാപിക്കുവാൻ അവർ വളരെയധികം ശ്രമിച്ചിരുന്നു. എന്ന് പറഞ്ഞ ദേവനുമായി ബന്ധമുള്ളതാണ് അവരുടെ കുടുംബ പശ്ചാത്തലം എന്ന് അവര് സ്ഥാപിക്കുവാൻ വേണ്ടി ശ്രമിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. യഹൂദന്മാരെ സംബന്ധിച്ച് മറുവശത്ത് മറ്റൊരു വംശാവലി അവരും പഠിപ്പിച്ചു. അപ്പം മാനുഷികമായ വംശാവലികൾ, അന്തമില്ലാത്ത വംശാവലികളും ദേവന്മാരെ സംബന്ധിച്ചിട്ടുള്ള കെട്ടുകഥകളും പാരമ്പര്യങ്ങളും പുരാവൃത്തങ്ങളും ഒക്കെ പഠിപ്പിക്കുകയും അതിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തിരുന്ന ആളുകൾ സഭയിലേക്ക് നുഴഞ്ഞു വരികയും അപ്പോസ്തലിക ഉപദേശങ്ങൾക്കും ദൈവവചനത്തിനും പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു വന്ന ഒരു കാലഘട്ടം. അപ്പൊ ചില ആളുകൾ ഈ പാരമ്പര്യങ്ങളെ ഒക്കെ നമുക്ക് അല്പമൊക്കെ അംഗീകരിക്കാം എന്ന് പഠിപ്പിക്കുന്നവരും ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ദുരുപദേശം അല്ലെങ്കിൽ അന്യഥയുള്ള സ്ട്രെയിഞ്ച് ഡോക്ട്രിൻ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്നാണ് പൗലോസ് പഠിപ്പിച്ചത്. യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന വ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകൾ. ഇവ വെറുതെ സംവാദത്തിന് വേണ്ടി, തർക്കങ്ങൾക്ക് വേണ്ടി, ആശയങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന കാര്യങ്ങളാണ്. അവ ഒരിക്കലും ദൈവത്തിന്റെ വ്യവസ്ഥയിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് അവയിൽ നിന്നും അകന്നു നിൽക്കണം, അവയെ താക്കീത് ചെയ്യണം എന്ന് പ്രാരംഭമായി തന്നെ ഉപദേശിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. യഹൂദന്മാരെ സംബന്ധിച്ച് പഴയ നിയമം എന്ന് പറയുന്ന അവരുടെ തോറ ഉൾപ്പെടുന്ന ന്യായപ്രമാണ ഗ്രന്ഥം അതിനപ്പുറത്തുള്ള മറ്റൊരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തപ്പെടുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അവർക്ക് പ്രാധാന്യമുള്ള എല്ലാ ഗ്രന്ഥങ്ങളും അവരുടെ വംശാവലിയോടുകൂടി ആരംഭിക്കുന്നത്. അപ്പൊ വംശാവലികളെ വായിക്കുക മാത്രമല്ല, അവയെ പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഒരു രീതി അവർക്കുണ്ടായിരുന്നു. വംശാവലികളെ പഠിക്കുകയും വംശാവലികളെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന രീതി അവർക്ക് ഉണ്ടായിരുന്നു. ഇപ്പം വംശാവലിയിൽ പറയുന്ന ഓരോ പേരുകാരനെയും കുറിച്ച് വ്യത്യസ്തമായ കഥകളാണ് റബിമാര് പഠിപ്പിച്ചത്. അത് യാഥാർത്ഥ്യമായ കഥകളൊന്നും ആയിരിക്കില്ല, പക്ഷെ അവരുടെ ഇടയിൽ പ്രചരിക്കുന്ന ധാരാളം കഥകൾ അവർക്കുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ വംശാവലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അന്തമില്ലാതെ നീണ്ടുപോകുന്ന കഥകളും ഉപകഥകളും, അതുപോലെ നമുക്കറിയാം വംശാവലിയുടെ മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന വംശാവലി എന്ന് പറയുന്നത് വളരെ സംക്ഷിപ്തമാണ്. 7 തലമുറകൾ വീതമുള്ള 3 ഭാഗങ്ങളായിട്ട് തിരിച്ചു പറഞ്ഞിരിക്കുന്ന ആ ഒരു വംശാവലിയിൽ 2000ഓളം വർഷത്തിന്റെ തലമുറകളെ കുറിച്ച് പറഞ്ഞെങ്കിലും മത്തായി സുവിശേഷം എഴുതുമ്പോൾ അതിൽ പല പേരുകളും ബൈപ്പാസ് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. മുഴുവൻ കാര്യങ്ങളും ഒരുമിച്ച് എഴുതിയിരിക്കുകയല്ല. അപ്പം അത് മുഴുവനായിട്ട് എഴുതുകയാണെങ്കിൽ വളരെ ദൈർഘ്യമുള്ള ഗ്രന്ഥമായിട്ട് തന്നെ വരും. അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ അവർക്കുണ്ടായിരുന്നു. വംശാവലികളുടെ ദീർഘമായ ഗ്രന്ഥങ്ങൾ, ഓരോ വ്യക്തികളെ കുറിച്ചുള്ള
കെട്ടുകഥകൾ അല്ലെങ്കിൽ അവരെക്കുറിച്ച് പറയപ്പെടുന്നതായ കഥകൾ ഇതെല്ലാം അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള വംശാവലികളിൽ അവരുടെ പാരമ്പര്യത്തിൽ അവർ വളരെയധികം അഭിമാനിക്കുന്ന ആളുകളായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ച പരീശന്മാരിൽ ജനിച്ച പരീശനാണ് എന്നൊക്കെ താന് പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഞാൻ ഛേദമെന്നെണ്ണി, ഞാൻ അതിനെയൊന്നും പരിഗണിക്കുന്നില്ല. എൻ്റെ പാരമ്പര്യങ്ങൾ വളരെ വലുതാണെങ്കിലും ഞാൻ അതിനെയൊന്നും വിലയേറിയതായിട്ട് കാണുന്നില്ല, പരിഗണിക്കുന്നില്ല, എല്ലാം ചപ്പും ചവറെന്നും ഞാൻ എണ്ണുന്നു എന്ന് പൗലോസ് പറഞ്ഞു. എനിക്ക് പുകഴുവാനാണെങ്കിൽ വളരെയധികം ഉണ്ട് എന്ന് പറഞ്ഞ ശേഷമാണ് പൗലോസ് ആ കാര്യം പറയുന്നത്. അപ്പോൾ അതിനൊന്നും വില കൊടുക്കാതെ അതൊന്നും അർത്ഥമില്ലാത്തതാണ് എന്ന് പൗലോസിന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് പറയുകയാണ്, നീ അവരോട് എന്ത് ചെയ്യണം? ആജ്ഞാപിക്കണം, ചിലരോട് ആജ്ഞാപിക്കണം, അന്യത ഉപദേശിക്കരുതെന്ന് ആജ്ഞാപിക്കണം എന്ന് പറഞ്ഞ് ആ ദുരുപദേശങ്ങളെ എതിർക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ പ്രാരംഭമായി നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ 1-ാം അധ്യായത്തിൽ അതുപോലെ തന്നെ അവിടെയുള്ള ശിഷ്യന്മാരെ പൗലോസിന്റെ കൂടെ യാത്ര ചെയ്യുവാനായിട്ട് തിമോത്തിയോസ് ആഗ്രഹിച്ചിരുന്നു. ഒരുപക്ഷെ അതിനുവേണ്ടി ആവശ്യപ്പെട്ട് കാണാം. പക്ഷെ അതുകൊണ്ടാണ് പറയുന്നത്, നീ അവിടെ തന്നെ താമസിക്കണം. കാരണം എഫെസോസിലെ ശിഷ്യന്മാരെ, അവിടെയുള്ള പുതിയതായിട്ട് തിരഞ്ഞെടുക്കുന്ന ദൈവവേലക്കാരെ, മൂപ്പന്മാരെ ഒക്കെ പരിശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടതിന് നീ ഇപ്പോൾ എഫെസോസിൽ തന്നെ താമസിക്കേണ്ടത് ആവശ്യമാണ്. അതാണ്, ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കെദോന്യയ്ക്ക് പോകുമ്പോൾ ആജ്ഞാപിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. അപ്പോൾ അവിടെ ആജ്ഞാപിക്കുമ്പോൾ ആജ്ഞാപിച്ചിരിക്കുന്നത് പോലെ ഇപ്പോഴും ഞാൻ അത് പറയുന്നു എന്ന് പറയാനുള്ള കാരണം, ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ പണ്ഡിതന്മാർ പറയുന്നത്, പൗലോസ് റോമിൽ നിന്നും ശിക്ഷയളവ് ലഭിച്ചതിന് ശേഷം താൻ മക്കെദോന്യ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നോടൊപ്പം യാത്ര ചെയ്യുവാൻ തിമോത്തിയോസ് ആഗ്രഹിച്ചു കാണും. അതുകൊണ്ടാണ് പറയുന്നത്, നീ ഇപ്പോൾ അവിടെ തന്നെ താമസിക്കുക. കാരണം ഇപ്പോഴത്തെ സഭയുടെ അവസ്ഥ, നീ അവിടെ താമസിച്ച് അവരെ പരിപാലിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയുണ്ട് എന്ന് പൗലോസിന് ബോധ്യമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം സഭയിലെ ആ ഒരു വലിയ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി പൗലോസ് തിമോത്തിയോസിനെ അവിടെ താമസിക്കുവാനായിട്ട് നിർബന്ധിക്കുകയാണ്. അപ്പം യഹൂദ മതത്തിന്റെ മതാനുസാരികളായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ചും യഹൂദ ക്രിസ്ത്യാനികൾ, ന്യായപ്രമാണം അനുസരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിർബന്ധം അവിടെ കൊണ്ടുവന്നിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നീ ശ്രദ്ധ ചെലുത്തണം, ദുരുപദേഷ്ടാക്കന്മാരെ ശക്തമായി എതിർക്കണം എന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഈ അധ്യായത്തിൽ പൗലോസ് തന്റെ വ്യക്തിപരമായ അനുഭവങ്ങളെ കുറിച്ച് പറയുന്നു. സുവിശേഷവുമായി തനിക്കുള്ള ബന്ധം 12-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം. കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പൗലോസിനെ ദൈവം വിശ്വസ്തനെന്നെണ്ണി വിളിച്ചാക്കിയിരിക്കുന്നു എന്ന് താൻ പറയുന്നു. അതുകൊണ്ട് നീയും നല്ല യുദ്ധസേവ ചെയ്യണം, വിശ്വാസത്തിന്റെ നല്ല യുദ്ധസേവ ചെയ്യണമെന്ന് തിമോത്തിയോസിനോട് ആജ്ഞാപിക്കുന്നു. അതിന് കാരണം, പല ആളുകളും വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം അവർ നല്ല മനസാക്ഷി ഇല്ലാത്തവരായി തീർന്നു. ചില ആളുകൾ വിശ്വാസം തള്ളിക്കളഞ്ഞു. അവരെക്കുറിച്ച് പറയുന്നത് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി എന്ന്. അപ്പൊ വിശ്വാസ ജീവിതത്തെ ഒരു കപ്പൽ യാത്രയോട് ഉപമിച്ച് ചിന്തിക്കുകയാണ്. ഒരു മനോഹരമായ ചിത്രമാണ്. അപ്പൊ വിശ്വാസം ത്യജിച്ച് നല്ല മനസാക്ഷി ഇല്ലാത്തവരായി തീർന്ന ആളുകളുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഹുമെനിയോസും അലക്സാണ്ടറും ആ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇത് എഫെസോസിലോ മറ്റോ ഇരുന്ന ഒരു പ്രശ്നമാണ്. സഭയുടെ ഒരു ആഭ്യന്തരമായ ഒരു പ്രശ്നമാണ്, ആന്തരികമായ ഒരു പ്രശ്നമാണ്.
അപ്പൊ ഹുമനിയോസും അലക്സാണ്ടറും ആ കൂട്ടത്തിൽ പെടുന്നു. അപ്പൊ അവരെ എന്ത് ചെയ്തിരിക്കുന്നു? അവരെ ശിക്ഷണം കൊടുക്കുകയാണ്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇത് സഭയിൽ എടുത്ത ഒരു ശിക്ഷണ നടപടിയെ കുറിച്ചായിരിക്കണം പറയുന്നത്. ഇന്നും നമ്മുടെ സഭകളിലൊക്കെ എന്തെങ്കിലും ഗൗരവകരമായ തെറ്റുകൾ ചെയ്യുന്ന, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സഭ ശിക്ഷണത്തിലേക്ക് കൊണ്ടുവരും. അവരെ ഉപദേശിക്കും, കൗൺസിലിംഗ് കൊടുക്കും, ആവശ്യമായിരിക്കുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കും. അപ്പം അവരുടെ ആ തെറ്റുകൾ അവർക്ക് ബോധ്യമായെങ്കിൽ അത് അവരുടെ ജീവിതം ഒന്നും കൂടെ മെച്ചപ്പെടുന്നതിന് വേണ്ടി, ഇവിടെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അവരെ സഭയുടെ എല്ലാവിധമായ ശുശ്രൂഷ രംഗങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്ന ഒരു കാര്യമായിരിക്കണം. ഒരുപക്ഷെ അവരെ കുറച്ചുനാൾ അകറ്റി നിർത്തുമ്പോൾ അവർ ലോകത്തിന്റെ കയ്യിലേക്കാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ സഭയുടെ, തെറ്റ് ചെയ്ത വ്യക്തിക്ക് സഭയുടെ അംഗീകാരമോ സംരക്ഷണമോ ലഭിക്കുന്നില്ല. തെറ്റ് ചെയ്ത വ്യക്തിയെ സംരക്ഷിക്കുവാൻ സഭയ്ക്ക് ബാധ്യസ്ഥതയില്ല. പക്ഷെ അവരെ ഉപദേശിച്ച് മടക്കിക്കൊണ്ടുവരുവാനുള്ള ബാധ്യതകൾ. അപ്പൊ അതുകൊണ്ട് ഇവരെ നശിപ്പിച്ചു കളയുകയല്ല, തെറ്റ് ചെയ്ത വ്യക്തിയെ സഭ ഒരിക്കലും നശിപ്പിച്ചു കളയുകയല്ല, മറിച്ച് അവരുടെ മേലുള്ള ആത്മീക സംരക്ഷണം പിൻവലിക്കുകയും ഒരു പ്രത്യേക കാലഘട്ടം വരെ അവർ അനുദപിക്കുന്നത് വരെ ഉള്ള അനുദപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ശിക്ഷണ നടപടിയെ കുറിച്ചായിരിക്കണം ഇവിടെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ജനറലായിട്ട്, പൊതുവായിട്ട് നമ്മൾ അങ്ങനെയാണ് ആ ഭാഗത്തെ മനസ്സിലാക്കുന്നത്. സഭയിൽ ദുർമനസാക്ഷിയോടെ വിശ്വാസ തകർച്ച സംഭവിക്കുന്ന വ്യക്തികൾക്ക് മാനസാന്തരപ്പെടുവാനുള്ള അവസരം കൊടുക്കുന്നതിന് വേണ്ടി സഭയുടെ ആത്മീക സംരക്ഷണം ഇല്ലാതെയാകുന്നു. അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ അവരുടെ തെറ്റ് അവർക്ക് ബോധ്യപ്പെടുകയും അവർ ദൂഷണം പറയാതെ ഇരിക്കാൻ പഠിക്കേണ്ടതിന്, അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരെ ജീവിതത്തിൽ ഒരു പാഠം പഠിക്കുകയും അതിനുശേഷം അവരെ കൈക്കൊള്ളുകയും ചെയ്യാം. അവരുടെ അനുതാപത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ കൈക്കൊള്ളുകയും ചെയ്യാം എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ അതുകൊണ്ട് പൗലോസ് പറയുന്നു, എന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നത് വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കി. ഞാൻ നേരത്തെ കരുണയില്ലാത്തവനായിരുന്നു, ഇപ്പോൾ എനിക്ക് കരുണ ലഭിച്ചു. നേരത്തെ ഞാൻ നിഷ്ഠൂരനായിരുന്നു, ഇപ്പോൾ എനിക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തൻ്റെ ഒരു അനുഭവത്തിനോട് ചേർന്ന് താൻ പറയുകയാണ്. അത് പറഞ്ഞതിന് ശേഷമാണ് താൻ തിമോത്തിയോസിനോട് പറയുന്നത്, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. അപ്പൊ ദൈവത്തിന് വേണ്ടി നല്ല യുദ്ധസേവ ചെയ്യുക എന്നുള്ള ഒരു സന്ദേശം ഈ അധ്യായത്തിൽ തന്നെ പൗലോസ് നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നല്ല ഒരു പോരാളിയായി, നല്ല ഒരു പടയാളിയെ പോലെ, നല്ല ഒരു സൈനികനെ പോലെ യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ 1-ാം അധ്യായത്തിൽ ദുരുപദേശങ്ങൾക്ക് എതിരെയുള്ള ശക്തമായ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. 2-ാം അധ്യായത്തിൽ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പ്രാധാന്യം, സ്ത്രീകളുടെ ശുശ്രൂഷ പങ്കാളിത്തം, മൂപ്പന്മാരുടെയും ശുശ്രൂഷകന്മാരുടെയും സ്വഭാവം, പൗലോസിന്റെ കത്ത് പൗലോസ് എഴുതാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇത് 2ഉം 3ഉം അധ്യായങ്ങളിൽ പറയുന്ന ഭാഗങ്ങളാണ്, സഭയ്ക്കുള്ള നിർദ്ദേശങ്ങൾ. അതിൽ പ്രാർത്ഥനയുടെ 2ാമത്തെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് 2ഉം 3ഉം അധ്യായങ്ങളാണ്. അത് സഭയെ സംബന്ധിച്ചുള്ള
നിർദ്ദേശങ്ങളാണ്, സഭയ്ക്കുള്ള പ്രത്യേകമായ നിർദ്ദേശം. രണ്ടും മൂന്നും അധ്യായങ്ങളിൽ സഭയ്ക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകുന്നു. അതിൽ 4 കാര്യങ്ങളാണ് ഈ 2 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, പ്രാർത്ഥനയുടെ പ്രാധാന്യം. പ്രാർത്ഥനയുടെ പ്രാധാന്യം. രണ്ടിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യം. രണ്ടാമത്തെ കാര്യം, സ്ത്രീകളുടെ ശുശ്രൂഷ പങ്കാളിത്തം. സ്ത്രീകളുടെ ശുശ്രൂഷ പങ്കാളിത്തം 2-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യം. രണ്ടാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യം. അടുത്തത് 3-ാമത്തെ അധ്യായത്തിലാണ്. 3-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ മൂപ്പന്മാരുടെയും ശുശ്രൂഷകന്മാരുടെയും സ്വഭാവ വിശേഷങ്ങൾ. മൂപ്പന്മാരുടെയും ശുശ്രൂഷകന്മാരുടെയും സ്വഭാവ വിശേഷങ്ങൾ. മൂപ്പന്മാരുടെയും ശുശ്രൂഷകന്മാരുടെയും സ്വഭാവ വിശേഷങ്ങൾ 3-ന്റെ 1 മുതൽ 13 വരെ. 3-ന്റെ 1 മുതൽ 13 വരെ. ഈ വിഭാഗത്തിലെ അവസാന കാര്യം, പൗലോസ് ഈ കത്തെഴുതുന്നതിനുള്ള അതിന്റെ പിന്നിലെ ഉദ്ദേശം, ഈ ലേഖനത്തിന്റെ പിന്നിലെ ഉദ്ദേശം 3-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഇപ്പൊ 2ഉം 3ഉം അധ്യായങ്ങളിൽ കത്തിന്റെ ഉദ്ദേശം 3-ന്റെ 14 മുതൽ 16 വരെ. അപ്പൊ ഈ 2ഉം 3ഉം അധ്യായങ്ങളിൽ സഭയെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളാണ് നൽകുന്നത്. അതിൽ ദൈവത്തിന്റെ സഭയുടെ ആരാധന സംബന്ധിച്ച വിഷയങ്ങൾ പൗലോസ് കൈകാര്യം ചെയ്യുന്നു. അപ്പൊ പ്രാർത്ഥനയെക്കുറിച്ച്, ആരാധനയെക്കുറിച്ച് ഒക്കെ വ്യക്തമായ നിർദ്ദേശം പൗലോസ് നൽകുന്നു. ഒന്ന്, സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനും മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവും ആകുന്നു. അപ്പൊ പ്രാർത്ഥനയെക്കുറിച്ച്, ആരാധനയിലുള്ള പ്രാർത്ഥനയെക്കുറിച്ച് ഒരു വ്യക്തമായ നിർദ്ദേശം തിമോത്തിയോസിന് നൽകുകയാണ്. അപ്പൊ ആരാധനയിൽ പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. സഭയുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാജാക്കന്മാർക്ക് വേണ്ടി, രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. രാജാക്കന്മാർക്കും രാജ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ നാം സാധാരണമായി പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടിയും നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും ഒക്കെയാണ്. ഇവിടെ 4 തരത്തിലുള്ള പ്രാർത്ഥനകളാണ്. ഒന്ന് യാചന, പ്രാർത്ഥന, പക്ഷവാദം, സ്തോത്രം.
യാചന, പ്രാർത്ഥന, പക്ഷപാതം, സ്തോത്രം. ഇതെല്ലാം ഈ ആരാധനയിൽ അടങ്ങുന്ന 4 ഘടകങ്ങളാണ്. അപ്പൊ അവർ ഇത് ചെയ്യുമ്പോൾ നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അധികാര സ്ഥാനത്തിരിക്കുന്നവർക്കും വേണ്ടിയും രാജാക്കന്മാർക്ക് വേണ്ടിയും. അന്ന് രാജാക്കന്മാരുണ്ട്, ചക്രവർത്തിമാരുണ്ട്. ഇന്ന് രാഷ്ട്രീയ സംവിധാനം മാറിക്കഴിഞ്ഞപ്പോൾ ഇന്ന് മന്ത്രിമാരും അങ്ങനെയൊക്കെയുള്ള പദവികളാണ്. അപ്പൊ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നാം ഊന്നൽ കൊടുക്കുന്ന കാര്യം, ഘനത്തോടുകൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്, രാജ്യത്ത് സമാധാനം നിലനിൽക്കേണ്ടതിന്, ഭരണാധികാരികൾക്ക് ദൈവം ശക്തി കൊടുക്കുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥന കഴിക്കണം, പക്ഷപാതം ചെയ്യണം, സ്തോത്രം ചെയ്യണം. അപ്പൊ ഇത് സകലത്തിന് മുമ്പേ പ്രാഥമികമായിട്ട് ഒന്നാമതായിട്ട് ഞാൻ പറയുന്നു എന്നുള്ളതാണ്. സകലത്തിന് മുമ്പേ എല്ലാ കാര്യത്തിനേക്കാളും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അത് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രസാദകരമാണ്. അപ്പൊ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും രാജ്യത്തിന്റെ അധികാരികൾക്ക് വേണ്ടിയും ആരാധനകളിൽ പ്രാർത്ഥന അർപ്പിക്കുന്നത് ദൈവത്തിന് പ്രസാദകരമാണ്. നമ്മുടെ രാജ്യം സമാധാനത്തിലും സ്വസ്ഥതയിലും ആയിരിക്കുവാനും, ധനശാലികളായി സ്വസ്ഥതയുള്ള ഒരു ജീവിതക്രമം രാജ്യത്ത് സംജാതമാകുന്നതിന് വേണ്ടി അവരെ സഹായിക്കേണ്ടതിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അപ്പൊ രാജാക്കന്മാർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കണം. ഈ പരമ്പരാഗത സഭകളുടെ മധ്യസ്ഥ പ്രാർത്ഥനാ വേളയില് അവരുടെ പ്രാർത്ഥനാ പുസ്തകം പരിശോധിച്ചാൽ രാജാക്കന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മറ്റ് പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയ കൂട്ടത്തിൽ അവര് ഈ കാര്യം കൂടെ ഉൾപ്പെടുത്തിയാണ് അവരുടെ പ്രാർത്ഥനകൾ അവര് കഴിക്കുന്നത്. അത് അവരുടെ പ്രാർത്ഥനാ പുസ്തകമൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പൊ നമ്മുടെ ആരാധനകളിലും നാം അങ്ങനെയുള്ള രാജാക്കന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ ആരാധനകളിലും അങ്ങനെയുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ അഭയയാചന കഴിക്കുന്ന ഒരു അനുഭവം പ്രധാനമായിട്ടും ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയെ കുറിച്ചാണ് ഇവിടെ പൗലോസ് പ്രധാനമായിട്ടും പ്രാരംഭമായി വളരെ പ്രാധാന്യം കൊടുത്ത് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് രണ്ടാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. സകലർക്കും വേണ്ടി, അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ സഭയിലെ സ്ത്രീകളെയും പുരുഷന്മാരെയും കുറിച്ചാണ് രണ്ടാമത്തെ ഭാഗം പറഞ്ഞിരിക്കുന്നത്. പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകുന്ന വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം. സ്ത്രീകൾ പിന്നീട് എങ്ങനെയായിരിക്കണം? അവര് ലജ്ജാശീലമുള്ളവരായിരിക്കണം, യോഗ്യമായ വസ്ത്രം ധരിക്കണം, സുബോധത്തോടുകൂടി ആയിരിക്കണം. അതുപോലെ പിന്നിയ മുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാവണ്ണം സൽപ്രവൃത്തി കൊണ്ട് അത്ര അലങ്കരിക്കേണ്ടത്. സ്ത്രീ മൗനമായിരുന്ന് പൂർണ്ണാനുസരണത്തോടുകൂടെ പഠിക്കട്ടെ. മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹൗവ. ആദാമല്ല, സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ടു, ലംഘനത്തിൽ അകപ്പെട്ടത്. എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും ശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. അപ്പൊ ഇവിടെ നാം വായിക്കുന്ന ഉടനെ പൗലോസ് ഒരു പുരുഷപക്ഷപാതിയായിട്ട് നമുക്ക് തോന്നാം. സ്ത്രീ വിരുദ്ധ പ്രസ്താവന നടത്തുന്ന ഒരു ആളിനെ പോലെ നമുക്ക് തോന്നും. എന്നാൽ പൗലോസ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മതപശ്ചാത്തലവും രാഷ്ട്രീയ പശ്ചാത്തലവും നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്ത്രീകൾക്ക് ആവശ്യമായിരിക്കുന്ന സ്വാതന്ത്ര്യം ഒന്നും കൊടുത്തിരുന്ന ഒരു പശ്ചാത്തലമായിരുന്നില്ല. യഹൂദ മതത്തിൽ പോലും അങ്ങനെ ആയിരുന്നില്ല. യഹൂദ മതത്തിൽ ഒരു റബ്ബി ഒരിക്കലും ഒരു സ്ത്രീയോട് പോയി സംസാരിക്കത്തില്ല. തന്റെ ഭവനത്തിലുള്ള ആളുകളോടല്ലാതെ മറ്റു വ്യക്തികളോട് ഒരു യഹൂദ റബ്ബി സംസാരിക്കാറില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു ശമര്യ സ്ത്രീയോട്, ഒറ്റയ്ക്ക് നിൽക്കുന്ന സ്ത്രീയോട് പോയി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ കർത്താവ് അങ്ങനെയുള്ള ഒരു റബ്ബിമാരുടെ ചില നിബന്ധനകളെയൊക്കെ ലംഘിക്കുന്നുണ്ട്, പല രംഗങ്ങളിലും ലംഘിക്കുന്നുണ്ട്.
അപ്പൊ കർത്താവ് ആ ഒരു സ്വാതന്ത്ര്യം കാണിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത്, സ്ത്രീകൾക്ക് ആവശ്യമായിരിക്കുന്ന സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന പശ്ചാത്തലമായിരുന്നു യഹൂദ മതത്തിലും അതുപോലെ തന്നെ യവന മതത്തിലും. യവന മതത്തിൽ സ്ത്രീകൾക്ക് കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ അവർ എടുത്തിരുന്നെങ്കിലും വേണ്ട രീതിയിലുള്ള സ്വാതന്ത്ര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവിടെ പുരുഷന്മാർ എന്ത് ചെയ്യണം? കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം. അത് മാത്രമേ അവരെ കുറിച്ച് പറയുന്നു. സ്ത്രീകൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന വസ്ത്രധാരണ സംവിധാനം എന്ന് പറയുന്നത് 2000-ത്തിലധികം വർഷത്തിന് മുമ്പുള്ള ഒരു ജീവിത ശൈലിയുടെ ഭാഗമായിട്ടുള്ള കാര്യമാണെന്ന് ഓർക്കണം. 2000 വർഷത്തിന് മുമ്പുള്ള ഒരു ജീവിത ശൈലി. കേരളത്തിന്റെ ചരിത്രം പഠിച്ചാൽ 100 വർഷം മുമ്പുള്ള കേരളത്തിൽ വസ്ത്രധാരണ രീതിയൊക്കെ നമുക്കറിയാം. വസ്ത്രം ധരിക്കുവാനോ തെരുവോളി നടക്കുവാനോ ഒന്നും അനുവാദമുണ്ടായി ഇല്ലാതിരുന്ന ഒരു വലിയ ജനസമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യം പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല 100 വർഷങ്ങൾക്ക് മുമ്പ്. ഇവിടെ കേരളത്തിൽ അങ്ങനെ കേരളം എന്നുള്ള പേരൊന്നുമില്ല. അന്ന് തിരുവിതാംകൂറെന്നോ തമിഴകമെന്നോ കൊച്ചി മലബാർ ഇങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങൾ പിന്നീടാണ് ഉണ്ടായത്. ആയിരാജ്യം, ചേരരാജ്യം, പാണ്ഡ്യരാജ്യം, ഇങ്ങനെയൊക്കെയുള്ള നെടിയിരുപ്പ് സ്വരൂപം, ഇങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങളായിട്ടാണ് അത് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് കുറച്ച് വർഷങ്ങളെ ആയുള്ളൂ കേരളം എന്നുള്ള പേരൊക്കെ വന്നിട്ട്. അപ്പൊ മലയാണ്മ അല്ലെങ്കിൽ മലബാർ ഇങ്ങനെയൊക്കെയുള്ള പേരിലായിരുന്നു വിദേശികൾ ഈ പ്രദേശത്തെ വിളിച്ചു വന്നത്. അപ്പൊ ഇവിടെ 100 വർഷം മുമ്പ് അങ്ങനെയുള്ള യാതൊരു സാമൂഹിക സംവിധാനവും ഉണ്ടായിരുന്നില്ല. ആവശ്യത്തിനുള്ള വസ്ത്രങ്ങൾ ധരിക്കുമായിരുന്നില്ല. ഈവൻ ഇവിടെ 1-ാം നൂറ്റാണ്ട് മുതലുള്ള ഇവിടുത്തെ നസ്രാണികൾ അല്ലെങ്കിൽ സെന്റ് തോമസ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ആളുകൾ, അവരെ 325-ൽ കാനായി തോമായും മെത്രാന്മാരും ഇവിടെ വരുമ്പോൾ കണ്ട ക്രിസ്ത്യാനികൾ എന്താണ്, കുടുംബയൊക്കെ ഉള്ളവരായിരുന്നു. കുടുംബ ഈ മുടിയൊക്കെ ഇങ്ങനെ മുകളിലോട്ട് വെച്ച് കെട്ടിയുള്ള മുൻകുടുംബയൊക്കെ ഉള്ള ആളുകളായിരുന്നു നസ്രാണികൾ. അപ്പൊ ഇവരെ നസ്രാണികളാണോ അതോ മറ്റേതെങ്കിലും ഹൈന്ദവ വിഭാഗത്തിലുള്ളവരാണോ എന്ന് അറിയുവാൻ ഒറ്റ മാർഗേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ കഴുത്തിൽ ഒരു ചെറിയ കുരിശോ കുരിശിന്റെ അടയാളമോ എന്തെങ്കിലും കാണും. അങ്ങനെയായിരുന്നു ഈ 3-4-ാം നൂറ്റാണ്ടിലൊക്കെയുള്ള ഇവിടെ ഉണ്ടായിരുന്ന സെന്റ് തോമസ് ക്രിസ്ത്യാനികളെ ഒന്ന് മനസ്സിലാക്കിയിരുന്നത്. അപ്പം വസ്ത്രം ധരിക്കുന്നവർ തന്നെ വളരെ കുറച്ച് വസ്ത്രമേ ധരിക്കാറുള്ളൂ. ചില സമുദായങ്ങൾക്ക് വസ്ത്രം ധരിക്കുവാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അതുപോലെ മാല ധരിക്കുവാൻ, അല്ലേ, മാല ധരിക്കുവാൻ ഒക്കത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് കേരളത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, പാശ്ചാത്യ അല്ലെങ്കിൽ മധ്യപൗരസ്ത്യ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള ഒരു രീതി ഉണ്ടായിരുന്നില്ലെങ്കിലും അവരുടെ വസ്ത്രധാരണ രീതിയും അവരുടെ ആഭരണമണിയൽ രീതിയും ഒക്കെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന രീതിയിലായിരുന്നില്ല. നമ്മൾ ഇന്ന് മുടി പിന്നുക എന്നോ അല്ലെങ്കിൽ വസ്ത്രം ധരിക്കുക എന്നോ ഒക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നാം കണ്ടു പരിചയിച്ച കാര്യങ്ങളെ മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുള്ളൂ. അപ്പൊ അന്ന് അവിടെ അലങ്കാരത്തിന് വേണ്ടി മുടി പ്രത്യേകമായ രീതിയിൽ പിന്നുന്ന ഒരു രീതി ഉണ്ടായി. അലങ്കാരത്തിന് വേണ്ടി മുടി പ്രത്യേകമായ രീതിയിൽ പിന്നിടുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പൊ യോഗ്യമായ വസ്ത്രം ധരിക്കുക എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഈ 2000 വർഷത്തിന് മുമ്പുള്ള ഒരു സംസ്കാരം എന്ന് പറയുന്നത് വളരെ എന്താണ്, ഇന്ത്യയുടെ രീതിയോ അല്ലെങ്കിൽ ഏഷ്യൻ രീതിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം പ്രാകൃതമായ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരു സംവിധാനമുള്ള കാലഘട്ടത്തിൽ പോലും ദൈവവചനവും ദൈവാത്മാവും അപ്പോസ്തലന്മാരും ഉപദേശിക്കുന്നത് യോഗ്യമായ വസ്ത്രം ധരിക്കണം എന്ന് പറയുമ്പോൾ എത്രമാത്രം ധാർമ്മികത ഈ സഭ സമൂഹത്തിന് നൽകി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. എത്രമാത്രം ധാർമ്മിക ബോധമാണ് നൽകിയത്. പിന്നിയ മുടി, പൊന്ന്, മുത്ത്, അപ്പൊ ഇതെല്ലാം ഈ പൊന്നും മുത്തും ഒക്കെ മുടിയിലൊക്കെ ചേർത്ത് വെച്ച് കെട്ടി അലങ്കരിക്കുന്ന പ്രത്യേകമായ രീതി ഗ്രീക്കുകാർക്കും റോമക്കാർക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അങ്ങനെയുള്ള കാര്യം മാത്രമല്ല, കാശുള്ള ആളുകൾ വിലയേറിയ വസ്ത്രം കൊണ്ടുവരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം ഈ സഭകളിലൊക്കെ 1-ാം നൂറ്റാണ്ട്, കാരണം പ്രത്യേകമായ നിർദ്ദേശങ്ങളൊന്നും അവർക്ക് ഇല്ലാതിരുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ വന്നിരുന്ന സാഹചര്യത്തിൽ ആണ് പൗലോസ് ഈ കാര്യം പറയുന്നത്.
രണ്ടാമത്തെ ഒരു കാര്യം, ചില സ്ത്രീകൾ വളരെയധികം സംസാരിക്കുന്ന ഒരു 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 സ്വഭാവം അല്ലെ, സ്ത്രീകൾ പൊതുവെ അങ്ങനെയാണ്, കുറച്ച് സംസാരിക്കുക. അപ്പം ഈ സഭായോഗങ്ങളിൽ പല കാര്യങ്ങൾക്കും മറുപടി പറയാനും, യോഗങ്ങൾ നടക്കുമ്പോൾ തന്നെ പുരുഷന്മാരോട് അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരോട് സംസാരിക്കുവാനും, ഭർത്താക്കന്മാർ മറുപടി പറയുമ്പോൾ അത് അങ്ങനല്ല ഇങ്ങനെയാണ് എന്ന് അവരെ തിരുത്തി കൊടുക്കുവാനും ഒക്കെയുള്ള ഒരു ശ്രമം. അവരൊരുമിച്ചാണ് ഇരിക്കുന്നത്. നമ്മൾ ഇന്നിരിക്കുന്നത് പോലെ പിന്നെ എന്താണ്, ഈ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് നമ്മൾ ഈ പിന്നെ ഇടതുവശത്ത് സഹോദരന്മാരും വലതുവശത്ത് സഹോദരിമാരും ഒക്കെ ആരാധനയ്ക്ക് ഇരിക്കുന്ന രീതിയുണ്ട്. മറ്റേ അവർ കുടുംബമായിട്ട് വന്ന് ഒരുമിച്ചിരിക്കുന്നു, അവരൊരുമിച്ച് സംസാരിക്കുന്നു, ഒരുമിച്ച് പാട്ട് പാടുന്നു, അങ്ങനെയൊക്കെ പോകുന്ന ഒരു രീതിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഇന്ന് നാം കാണുന്ന ഒരു ചിത്രമേ അല്ല 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന സഭയുടെ കൂടിവരവുകൾ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സഭയുടെ നടത്തിപ്പിന് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ചിലയിടങ്ങളിലൊക്കെ സ്ത്രീകളിൽ നിന്നും ഉണ്ടാകുവാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് പറയുന്നു, സ്ത്രീ മൗനമായിരുന്ന പൂർണ്ണാനുസരണത്തോടുകൂടെ പഠിക്കട്ടെ. അവരവിടെ ഇരുന്നുകൊണ്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുവാനോ ഭർത്താക്കന്മാരെ ഉപദേശിക്കുവാനോ ഉള്ള ശ്രമം ഉപേക്ഷിച്ചിട്ട് അവിടെ മിണ്ടാതിരുന്ന് എന്താണ് ശുശ്രൂഷകന്മാർ പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ള കാര്യം അവരെന്ത് ചെയ്യട്ടെ, അവർ പഠിക്കട്ടെ. പിന്നെ അല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേലെ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. അപ്പൊ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല എന്നുള്ളത് ക്രിസ്തീയ വേദശാസ്ത്രത്തിന്റെ, ക്രിസ്തീയ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ഒക്കെ അടിത്തറ തന്നെയാണ്. അപ്പൊ ഈ ഒരു ഭാഗം ഒരിക്കലും സ്ത്രീ വിരുദ്ധതയെ കാണിക്കുന്നതല്ല. സ്ത്രീക്ക് യോഗ്യമായ സ്ഥാനം, ദൈവവചനം നിർണയിക്കുന്ന യോഗ്യമായ സ്ഥാനം തന്നെയാണ്. സ്ത്രീ അപമാനിക്കപ്പെടാതിരിക്കുവാൻ, അവഗണിക്കപ്പെടാതിരിക്കുവാൻ അവൾക്ക് ലഭിച്ചിരിക്കുന്ന റോൾ എന്താണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപദേശമാണ് കൊടുക്കുന്നത്. ഒരിക്കലും നമുക്കറിയാം, ക്രിസ്തീയ സഭ എന്ന് പറയുന്നത് കർത്താവിന്റെ ശരീരവും കർത്താവ് ശരീരമാകുന്ന സഭയുടെ ശിരസുമാണ്. അതുപോലെ തന്നെയാണ് പുരുഷന്റെ തല ക്രിസ്തു എന്നാണ് പറയുന്നത്, സ്ത്രീയുടെ തല പുരുഷൻ എന്നാണ് പറയുന്നത്. ഇതൊരു എന്താണ്, ഒരു അധികാര ശ്രേണിയാണ്. അപ്പൊ ഈ അധികാര ശ്രേണി എന്ന് പറയുന്നത് ഒരിക്കലും ഇപ്പൊ സഭയെ ഒരിക്കലും കർത്താവ് എന്ത് ചെയ്യുന്നില്ല, അടിച്ചമർത്തി അടിമത്തത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നമ്മളുടെ തലയും ശരീരവും, നമ്മുടെ തല ഒരിക്കലും നമ്മുടെ ശരീരത്തെ അടിമപ്പെടുത്തുകയാണ്. മറിച്ച് എന്താണ് ചെയ്യുന്നത്, ശരീരത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് ജീവിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നതാണ് തല. നമുക്ക് തലയില്ലെങ്കിൽ ഈ കയ്യും കാലും ഒന്നും ചലിക്കത്തില്ല, ഇല്ലേ? തലയില്ലെങ്കിൽ നമുക്ക് ചലിക്കാനൊക്കത്തില്ല. അപ്പൊ തല അത്യാവശ്യമാണ്. അപ്പൊ തലയുടെ കർത്തവ്യം ചെയ്യുമ്പോൾ ശരീരത്തിന്റെ കർത്തവ്യം ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ചും പാശ്ചാത്യ കാലഘട്ടത്തിലെ ഒരു സാമൂഹിക വ്യവസ്ഥിതി അനുസരിച്ച് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, പുരുഷനാണ് ഒരു കുടുംബത്തിന്റെ അധികാരി, പുരുഷനാണ് സ്ത്രീയുടെ അധികാരി. അപ്പൊ അതിന് ന്യായപ്രമാണ സംബന്ധമായ ഒരു ന്യായവും കൂടെ പറയുന്നത്, സ്ത്രീ ആദം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹവ്വ. ആദമല്ല, സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ടു. ഇങ്ങനെ പറഞ്ഞ ശേഷം പറയുന്നു, എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നു എങ്കിൽ, കർത്താവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും വിശുദ്ധിയിലും വേർപാടിലും സമർപ്പണത്തിലും ഒക്കെ അവൾ പാർക്കുന്നുവെങ്കിൽ, സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ, അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും എന്ന് പറയുന്നത് ഒരിക്കലും ആത്മരക്ഷ പ്രാപിക്കുന്നതിനെ കുറിച്ചല്ല. ചില ആളുകൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾ എങ്ങനെയാണ് മക്കളെ പ്രസവിച്ച് കഴിഞ്ഞാൽ ഉടനെ അവൾ സ്വർഗ്ഗത്തിൽ പോകും? അങ്ങനെയൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ആ പ്രത്യേക പ്രയോഗം ഒരിക്കലും മക്കളെ പ്രസവിച്ച് ആത്മരക്ഷ പ്രാപിക്കുമെന്നുള്ള
ഒരു അർത്ഥമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അവള് എല്ലാ അർത്ഥത്തിലും അവൾ വിടുവിക്കപ്പെടും, സംരക്ഷിക്കപ്പെടും എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഒരു ഇവിടെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങൾ ചുരുക്കി പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഈ സ്ത്രീ ഒരിക്കലും എന്തല്ല, ഒരിക്കലും അവൾ പുരുഷൻ ഭരിക്കപ്പെടുന്ന, അടിച്ചമർത്തപ്പെടുന്ന ഒരു ഒരു സംവിധാനത്തിലല്ല അവളുടെ ജീവിതം. മറിച്ച് സൃഷ്ടിപ്പിൽ അവൾക്ക് എന്ത് അയോഗ്യതയാണോ വന്നത് അതിനെ പൂരിപ്പിക്കുവാൻ പുരുഷൻ അവളെ സഹായിക്കുകയും അവൾ മക്കളെ പ്രസവിക്കുന്നതിലൂടെ അവൾ കൂടുതൽ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുകയാണ്. അത് മനസ്സിലായോ? അല്ലാതെ അവൾ അനാഥമാവുകയല്ല, അവൾ കൂടുതൽ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഒരു കാര്യമായിട്ട് നമുക്ക് ആ ഒരു വസ്തുതയെ കാണുവാൻ കഴിയും. അപ്പൊ ഇവിടെ പൊതുസഭയിൽ സ്ത്രീകൾ പുരുഷനെ ഉപദേശിക്കുവാൻ പാടില്ല എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം, പൗലോസ് ധാരാളം സഹോദരിമാരെ ശുശ്രൂഷകമാരായിട്ട്, ഡീക്കനസ് ആയിട്ട്, ശുശ്രൂഷക്കാരത്തികളായിട്ട് നിയോഗിക്കുകയും ആദിമസഭയിൽ അങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പുരുഷന്മാരെ ഉപദേശിക്കുന്ന രീതിയിലുള്ള എന്താണ് ഒരു ലീഡർഷിപ്പ് സ്ത്രീകൾക്ക് അനുവദിച്ചിട്ടില്ല. അത് മറ്റാരും അനുവദിക്കാത്തതല്ല, ദൈവത്തിന്റെ വചനം അനുവദിക്കുന്നു. പുരുഷന്മാരെ കൂടെ ഉപദേശിക്കുന്ന രീതിയിലുള്ള ലീഡർഷിപ്പ് അവർക്ക് കൊടുത്തിട്ടില്ല. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുക, ഔദ്യോഗികമായി പൊതുസഭയിൽ പ്രസംഗിക്കുകയോ പഠിപ്പിക്കുകയോ പുരുഷന്മേൽ അധികാരം പ്രയോഗിക്കുകയോ ചെയ്യുവാൻ അനുവാദമില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ അവർക്ക് ഉള്ള ശുശ്രൂഷ വേദികൾ വേറെയുണ്ട്. അവർക്കുള്ള ശുശ്രൂഷയ്ക്കുള്ള വേദികൾ മറ്റ് രംഗങ്ങളിൽ ആണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പൊരുതി പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ടല്ലോ, വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ. അപ്പം അതും പറഞ്ഞിരിക്കുന്നത് അവിടെ ഉപദേശിക്കരുതെന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞിരിക്കുന്നത്, വിശുദ്ധന്മാരുടെ സഭകളിലും. അതായത് സന്നിധി സംഘമുണ്ട്, സന്നിധി സംഘത്തിൽ സഹോദരിമാരുണ്ടായിരുന്നില്ല. ഇനി സഹോദരിമാരുള്ള മറ്റ് സിനഗോഗുകളിലെ മീറ്റിങ്ങുകളായാലും അങ്ങനെയൊക്കെയുള്ള ഏത് രംഗങ്ങളിലും സ്ത്രീകൾ എങ്ങനെയായിരുന്നു? എല്ലാ സഭായോഗങ്ങളിലും സ്ത്രീകൾ സർവ്വയോഗങ്ങളിൽ എന്നപോലെ അവർ മിണ്ടാതിരുന്നു. ന്യായപ്രമാണം പറയുന്നത് പോലെ കീഴടങ്ങിയിരിക്കാനല്ല, സംസാരിക്കാൻ അവർക്ക് അനുവാദമില്ല. അവർ വല്ലതും പഠിക്കാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് ചോദിച്ചു കൊള്ളട്ടെ. കാരണം സഭയിൽ സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് ഉചിതമല്ല അല്ലെങ്കിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന സംസാരം സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നതിനെ കുറിച്ചോ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചോ അല്ല. അങ്ങനെ ധരിച്ചിരിക്കുന്ന ആളുകളുണ്ട്. സ്ത്രീകളുടെ സഭയിൽ വന്നാൽ ഒരക്ഷരം മിണ്ടരുത്, എല്ലാം കണ്ട ശേഷം ഇറങ്ങി പൊക്കോണം എന്ന് പഠിപ്പിക്കുന്ന ചില സഭകളുണ്ട്. അതുകൊണ്ട് അവർ പ്രാർത്ഥിക്കാൻ അനുവദിക്കത്തില്ല, സാക്ഷ്യം പറയാൻ അനുവദിക്കത്തില്ല. അങ്ങനെയുള്ള ചില സഭായോഗങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം അതിൽ ആ ഗ്രൂപ്പുകളിൽ അല്പം റാഡിക്കലായിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു ഞാൻ സംബന്ധിച്ചിരുന്നത്. അതുകൊണ്ട് അവരൊരു കാര്യം ചെയ്യുമായിരുന്നു, സാക്ഷ്യം പറയാൻ സമ്മതിക്കുമായിരുന്നു. സാക്ഷ്യം പറയുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ പറയാം, അത്യാവശ്യ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പെട്ടെന്ന് ഇരുന്നോണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഇത് യഹൂദ സംസ്കാരത്തിന്റെ, യഹൂദ മതത്തിന്റെ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ ഒരു സ്വാധീനവും കൂടെ ഈ ഒരു പരിചയം ഉണ്ടാകുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലനായതുകൊണ്ട്, അപ്പോസ്തലൻ ദൈവാത്മാവിൽ പറഞ്ഞിരിക്കുന്ന കാര്യമായതുകൊണ്ട് തീർച്ചയായിട്ടും അതിനകത്ത് എന്തെങ്കിലും അർത്ഥം ഉണ്ടായിരിക്കണം. രണ്ടാമതായി നാം ചിന്തിക്കേണ്ട കാര്യം, പൗലോസ് ഒരിക്കലും സ്ത്രീകൾക്ക് രണ്ടാം സ്ഥാനം കൊടുക്കുകയോ പുതിയ നിയമ സഭയുടെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ കർത്താവിന്റെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ രണ്ടാം തരമാണ് എന്നുള്ള ഒരു ചിന്തയോ ഇല്ല. അങ്ങനെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഭാഗം. അതുകൊണ്ടാണ് പല സഭകളും സ്ത്രീകളെ മാറ്റി നിർത്തുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം യഹൂദ ന്യായപ്രമാണ പ്രകാരമുള്ള യഹൂദ സഭകളിൽ
സ്ത്രീകൾ അധ്യക്ഷ സ്ഥാനം വഹിച്ചിരുന്നില്ല. അവർ പുരുഷന്മാരെ ഉപദേശിച്ചിരുന്നില്ല. ആ കാര്യം കൂടെ പൗലോസ് ഇവിടെ എടുത്ത് പറയുകയാണ്. ഇവിടെ പറയുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ കൊരിന്ത്യ സഭയിലും അതുപോലെ തന്നെ ഇപ്പോൾ എഫെസോസ് സഭയിലെ ചില പ്രശ്നങ്ങളും വെച്ചുകൊണ്ട് നോക്കുമ്പോൾ അവരുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് സ്ത്രീകൾ പുരുഷന്മാരുടെ അടുക്കൽ ഇരുന്ന് സംസാരിക്കുകയും ഇപ്പൊ ഒരു പ്രവചനം കേട്ടു അല്ലെങ്കിൽ ഒരു ഉപദേശം കേട്ടു, അത് പുരുഷന്മാരോട് അന്നേരം തന്നെ പറയുകയും അവരെ പഠിപ്പിക്കുകയും അവരെ ചെയ്യുകയാണ്. അച്ഛാ കേട്ടോ, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നാളെ മുതൽ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. ഇത് അവിടെ നിന്ന് തന്നെ അങ്ങ് പറയുക. അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമുള്ള കാര്യമാണെങ്കിൽ അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് അവിടെ നിന്ന് തന്നെ അങ്ങ് പറയും. അപ്പൊ ഇങ്ങനെ ഈ സ്ത്രീകൾ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ സഭായോഗങ്ങളിൽ ഇരുന്ന് അവരുടെ പുരുഷന്മാരോട് സംസാരിക്കുവാനും ചില സന്ദർഭങ്ങളിലൊക്കെ അവരെ ഉപദേശിക്കുവാനും തുടങ്ങി. അല്ലാതെ സ്റ്റേജിൽ പോയി നിന്ന് പുരുഷന്മാരോട് പ്രസംഗിക്കുന്നു എന്നുള്ള അർത്ഥമല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പം അവിടെ പോയിരുന്ന് സഭായോഗത്തിൽ വളരെയധികം പ്രശ്നമുണ്ടായപ്പോഴാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകൾ വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ അവരെന്ത് ചെയ്യണം? സഭായോഗങ്ങളിൽ വരുമ്പോൾ അടങ്ങിയിരിക്കണം, അവിടെ സംസാരം പാടില്ല. പുരുഷന്മാർ വളരെ കനശാലികളായി പ്രാർത്ഥനാ നിരതരായി അവരുടെ വിശുദ്ധകരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. സ്ത്രീകൾ മാന്യമായ വസ്ത്രം ധരിച്ച് എന്ത് ചെയ്യണം? മൗനമായി ഇരുന്ന് ദൈവത്തിന്റെ വചനം അവിടെ പഠിക്കണം. അവരെ ഉപദേശിക്കുവാൻ, അവരെ അന്നേരം അവിടെ പഠിപ്പിക്കുവാനൊന്നും ഞാൻ അനുവദിക്കുന്നില്ല. അപ്പൊ അവിടെ ഒരു സഭായോഗത്തിന്റെ ആരാധനയുടെ ഒരു ക്രമീകരണവും കൂടെ അവിടെ വരുത്തുകയാണ്. അപ്പൊ ക്രമമില്ലാതെ പോയിരുന്ന ചില സംവിധാനങ്ങളെ തിരുത്തുകയാണ്. അപ്പൊ ഞാൻ ഈ അടുത്ത ദിവസം ഒരു പഠിപ്പീര് ഞാൻ കേട്ടു. ഒരു പക്ഷെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് അത്രയും വിശദമായിട്ട് കേൾക്കുന്നത്. ഈ ആദമിനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുന്നത് എന്താണ്? ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അതാണ് ഒരു ട്രഡീഷൻ, അല്ലെങ്കിൽ ഒന്നാമത്തെ രേഖയിൽ പറഞ്ഞിരിക്കുന്നത് ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അപ്പം ആദമിനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ആരുണ്ടായിരുന്നു? ഹവ്വയും ഉണ്ടായിരുന്നു. ആദം എന്നാണ് അവർക്ക് പേരിട്ടത്. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. നിങ്ങൾ ആ ഭാഗം വായിച്ച ആദം എന്ന് പറഞ്ഞാൽ ആരും കൂടെ ഉണ്ടായിരുന്നു? ഹവ്വയും കൂടെ ഉണ്ടായിരുന്നു. ഇനിയും അവന് ഗാഠനിദ്ര വരുത്തി അവന്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് സ്ത്രീയെ സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ വാരിയെല്ലെന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഭാഗം എബ്രായ ഭാഷയിലെ നിന്നും പരിഭാഷപ്പെടുത്തി വന്നപ്പോഴുണ്ടായ ഒരു ചെറിയ പ്രശ്നമാണ്. ഞാൻ ഒത്തിരി പരിഭാഷകൾ നോക്കി, അവിടെ എല്ലാം വാരിയെല്ലാണ്, റിബ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാരിയെല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതേ പദത്തിന്റെ മറ്റൊരു അർത്ഥം ഒരു ഭാഗം എന്നുള്ള അർത്ഥം. വാരിയൽ എന്ന് പറയുന്ന അതേ പദത്തിന് മറ്റൊരു അർത്ഥം എന്തുണ്ട്? ഭാഗം, കിഴക്കു ഭാഗം, പടിഞ്ഞാറ് ഭാഗം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഇപ്പൊ സമാഗമന കൂടാരത്തെ കുറിച്ച് പറയുമ്പോൾ ഇതേ പദം ഉപയോഗിച്ചിട്ട് അതിന്റെ പടിഞ്ഞാറ് ഭാഗം മൂടുശീല കൊണ്ട് മൂടണം എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഭാഗം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതേ പദം തന്നെയാണ്, ഒരു ഭാഗം മുഴുവൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ വാരിയല്ലെന്ന് താൽക്കാലികമായിട്ട് അങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ വന്നു. എന്നാൽ അതിനേക്കാൾ ഉപരി ഇപ്പൊ യഹൂദ റബിമാരൊക്കെ അതിനെക്കുറിച്ച് കമന്റ് ചെയ്തിട്ടുണ്ട്. യഹൂദ റബിമാരുടെ ന്യായപ്രമാണ വ്യാഖ്യാനങ്ങളിലൊക്കെ അതിനെക്കുറിച്ചുള്ള കമന്റ്. അപ്പൊ സ്ത്രീയെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? സ്ത്രീയെ ഒരിക്കലും ഒരു എല്ലെടുത്തിട്ട് ഒരു വാരിയൽ ഇങ്ങനെ വലിച്ചൂരി എടുത്തിട്ട് സ്ത്രീയുടെ രൂപം ഉണ്ടാക്കിയിട്ട് എന്നാൽ ദും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സ്ത്രീയെ ഉണ്ടാക്കുവാൻ, അങ്ങനെയല്ല. അവന് ഗാഠനിദ്ര വരുത്തുകയും അവന്റെ ഒരു ഭാഗം തല മുതൽ ഉള്ളങ്കാല് വരെയുള്ള ഒരു ഭാഗം, ആ ഒരു ഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ അവനിൽ നിന്ന് സ്ത്രീയെ എന്ത് ചെയ്തു? വേർതിരിച്ചു, സൃഷ്ടിച്ചു. മനസ്സിലായോ? അങ്ങനെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് സ്ത്രീയും പുരുഷനും കൂടെ ചേരുന്ന ആദം എന്ന് പറയുന്നത്, സ്ത്രീയെ നമ്മൾ കാണുമ്പോൾ അതാരാണ്? ഈ പുരുഷന്റെ നേർപാതി, അല്ലെ? നേർപാതി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്റെ പങ്കാളി, നേർപാതി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നമ്മുടെ ഇടയിൽ ഈ ഒരു എല്ലിൽ നിന്ന് എടുത്തു എന്നുള്ളത് കൊണ്ട് ബലഹീനയാണെന്നും ഇങ്ങനെയൊക്കെയുള്ള കാര്യമുണ്ട്. അപ്പൊ അവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പ്രീ ഹിസ്റ്റോറിക് ആണ്. അവിടെ വളരെ സൂചനകൾ മാത്രമേ ഉള്ളൂ. ദൈവശാസ്ത്രപരമായി നമ്മൾ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമുണ്ട്.
അപ്പോൾ ഇത് അങ്ങനെയാണ്. അപ്പൊ സ്ത്രീക്കും പുരുഷനും അപ്പോൾ സൃഷ്ടിയിൽ എന്താണ് പങ്കുള്ളത്? സൃഷ്ടിയിൽ അവരാരാണ്? അവര് തുല്യതയുള്ളവരാണ്. അവര് തുല്യതയുള്ളവരാണ്. ഒരു ഭാഗം പുരുഷനും ഒരു ഭാഗം സ്ത്രീയും. ദൈവം സൃഷ്ടിച്ച ആദം അവർക്ക് സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചവരെ ആദം എന്ന് പേരിട്ടു. ആ ആദമിൽ ഉണ്ടായിരുന്ന സ്ത്രീയെ നേർപകുതിയായി എന്ത് ചെയ്തു? അതാണ്, ഒരു ഭാഗം വേർതിരിച്ചു. അവന്റെ പകുതി ഭാഗം വേർതിരിച്ച സ്ത്രീയാണ്. അപ്പോൾ അവനിപ്പോൾ പകുതിയേ ഉള്ളൂ. ഈ പകുതി സ്ത്രീയായി, ആ പകുതി പുരുഷനായി. അപ്പൊ ഇതാണ് സ്ത്രീയെക്കുറിച്ചുള്ള സൃഷ്ടിയിലുള്ള ദൈവശാസ്ത്രം, സൃഷ്ടിപ്പിന്റെ ദർശനം അതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും സ്ത്രീ പുരുഷനേക്കാൾ താഴ്ന്നവനോ പുരുഷൻ സ്ത്രീയേക്കാൾ ഉയർന്നവനോ അല്ല സൃഷ്ടിയിൽ. എന്നാൽ സാമൂഹിക വ്യവസ്ഥ അനുസരിച്ച് സ്ത്രീ ആദ്യം തെറ്റിൽ അകപ്പെട്ടു എന്നുള്ള കാരണം കൊണ്ട് പുരുഷൻ അവളെ ഭരിക്കും എന്നുള്ള ആ ഒരു വ്യവസ്ഥ ദൈവം വെക്കുകയും സ്ത്രീയുടെ തല പുരുഷനായിരിക്കുകയും പുരുഷന്റെ തല ക്രിസ്തു ആയിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥിതിയിലേക്കാണ് വന്നിരിക്കുന്നത്. അത് ആരംഭകാലം മുതൽ ഇപ്പോൾ വരെയും ആ കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു സ്ത്രീ വിരുദ്ധത പറയുന്നു എന്നുള്ള സൂചന ചില ആളുകൾ പറയുന്നുണ്ടെങ്കിൽ അത് ശരിയായ കാര്യമല്ല. സ്ത്രീകൾക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ അധികാരങ്ങളും എല്ലാ അവകാശങ്ങളും പൗലോസ് അനുവദിക്കുന്നുണ്ട്. കർത്താവ് അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്. സ്ത്രീകൾക്ക് കൂടുതൽ ബഹുമാനം കൊടുത്തിരുന്നു. ഇപ്പൊ സ്ത്രീയെ എന്ന് വിളിക്കുന്ന ഒരു കാര്യം നടക്കുക, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് തമ്മിൽ എന്നുള്ള പദം മൂലഭാഷയിലില്ല. സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്നാണ്, തമ്മിൽ എന്നുള്ള ആ പ്രയോഗം അവിടെ ഇല്ല. അത് പരിഭാഷയിൽ വന്നിരിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്. അപ്പൊ എനിക്കും നിനക്കും തമ്മിൽ എന്താ എന്ന് ചോദിക്കുമ്പോൾ അവിടെ സ്ത്രീയെ എന്ന് വിളിച്ചു. അപ്പൊ നമ്മുടെ കൾച്ചർ അനുസരിച്ച് സ്ത്രീയെ എടി പെണ്ണെ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത് വളരെ ബഹുമാനം കുറഞ്ഞതാണെന്ന്. എന്നാൽ അവിടെ വിളിച്ചിരിക്കുന്ന സ്ത്രീയെ എന്ന് വിളിച്ചിരിക്കുന്നത് ചക്രവർത്തിയുടെ ഭാര്യയെ, ചക്രവർത്തിനിയെ സംബോധന ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന പദമാണ്. ഏറ്റവും പൂജ്യമായ ബഹുമാന്യതയായ മഹതിയെ വിളിക്കുന്ന പ്രയോഗമാണ് കർത്താവ് വിളിച്ചത്. അപ്പൊ നമുക്ക് മലയാളം ബൈബിൾ വായിക്കുമ്പോൾ അത് മനസ്സിലാവത്തില്ല. സ്ത്രീയെ എന്ന് വിളിച്ചത് മാന്യ മഹതിയെ, എന്തുമാത്രം ബഹുമാനം കൊടുക്കാമോ അത്രമാത്രം ബഹുമാനത്തോടുകൂടി ഒരു സ്ത്രീയെ, ഒരു മാതാവിനെ സംബോധന ചെയ്യുന്ന സംബോധനയാണ് ആ കാലഘട്ടത്തിൽ രാജാവിന്റെ ഭാര്യയെ സംബോധന ചെയ്യുന്ന അതേ പ്രയോഗത്തിലാണ് കർത്താവ് സ്ത്രീയെ എന്ന് വിളിച്ചത്. അപ്പം ട്രാൻസ്ലേഷനിൽ നമ്മൾ വായിക്കുമ്പോൾ ഇതിനെല്ലാം ഒത്തിരി അന്തരങ്ങൾ വരുന്നു. അതുകൊണ്ടാണ് ആ ട്രാൻസ്ലേഷൻ വെച്ചുകൊണ്ടുള്ള വ്യാഖ്യാനങ്ങളാണ് നമുക്ക് പലപ്പോഴും ഉപദേശങ്ങളായിട്ടൊക്കെ വരുന്നത്. അങ്ങനെയുള്ള ഒരു വ്യത്യാസം പല സഭകൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾക്കുള്ള പ്രത്യേകമായിട്ടുള്ള ഉപദേശം ഇവിടെ കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സഭയിൽ എല്ലാ കാര്യങ്ങളും ക്രമമായി നടക്കേണ്ടതിന് വേണ്ടി സ്ത്രീകൾ സഭയിൽ സംസാരം ഒഴിവാക്കണം. അവർ പഠിക്കുന്നെങ്കിൽ മറ്റൊരു സമയത്ത് അവർ പഠിക്കണം. പുരുഷനെ ഉപദേശിക്കുവാൻ അവരെ അനുവദിക്കുന്നില്ല. ഈ കാര്യമാണ് അവിടെ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവരെ സംബന്ധിച്ച് അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രിവിലേജ് ആണ് മക്കളെ പ്രസവിച്ച് അവർ സംരക്ഷണമുള്ളവരായി തീരുക. അത് ആത്മരക്ഷയെക്കുറിച്ചല്ല പറയുന്നത്. മക്കളെ പ്രസവിച്ച് ആ ദൈവികമായ വാഗ്ദാനത്തിലൂടെ അവരുടെ ജീവിതം സംരക്ഷിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് അവർ വരും. അവരൊരിക്കലും അനാഥമായി തീരുന്നില്ല എന്നുള്ള ഒരു സന്ദേശവും കൂടിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാനത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വിശദീകരിക്കാം. നമുക്കൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റിന്റെ ബ്രേക്ക് എടുത്തതിന് ശേഷം. സഭയിൽ സ്ത്രീകൾക്കുള്ള സ്ഥാനം ഞാൻ ചുരുക്കമായിട്ട് ഒരു പ്രാവശ്യം കൂടെ ഞാനൊന്ന് പറയാം. കാരണം ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ടാകും. ഒരു പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ പിന്നെയും സംശയങ്ങൾ ധാരാളം കിടക്കും. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന്റെ ഒരു സമ്മറി ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയാം. ദൈവത്തിന്റെ സൃഷ്ടിയിൽ സ്ത്രീകൾക്ക് പുരുഷനോട് തുല്യസ്ഥാനമാണ് ഉള്ളത്. ഭാര്യയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് നിന്ന് സൃഷ്ടിച്ചു എന്നാണ്. പുരുഷന്റെ ഒരു ഭാഗമാണ്, നേർപകുതിയാണ് സ്ത്രീ എന്നുള്ള ചിന്തയാണ് പുസ്തകം നമുക്ക് നൽകുന്നത്.
പക്ഷെ ന്യായപ്രമാണം പിന്നീട് സ്ത്രീ ആവശ്യമായിരുന്ന സ്വാതന്ത്ര്യം കൊടുത്തിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മറ്റു മതങ്ങളിലും സ്ത്രീകൾ ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാം. എന്നാൽ സ്ത്രീകൾക്ക് പുരുഷനോടൊപ്പം തുല്യതയുണ്ട്, പുരുഷനോടൊപ്പം സ്ഥാനമുണ്ട്, അധികാരമുണ്ട് എന്നുള്ള ഒരു വസ്തുത വ്യക്തമാക്കിയത് കർത്താവാണ്. അല്ലെങ്കിൽ സുവിശേഷമാണ് സ്ത്രീകൾക്കുള്ള മാന്യതയും അവരുടെ തുല്യതയും ലോകത്തിന്റെ മുമ്പിൽ വരച്ചു കാട്ടിയത്. അപ്പോസ്തലന്മാരും അതേ ചിന്താഗതിക്കാർ തന്നെയായിരുന്നു. എന്നാൽ ഇവിടെ സൃഷ്ടി സംബന്ധമായും ന്യായപ്രമാണ സംബന്ധമായും ദൈവിക വിഷയങ്ങളിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീ എപ്പോഴും പുരുഷന് വിധേയപ്പെട്ടിരിക്കണം എന്നുള്ളത്. ആ ഒരു പ്രമാണത്തിന് സുവിശേഷത്തിന്റെ കാലത്തും മാറ്റമില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. അതായത് അധികാര സ്ഥാനം എന്ന് പറയുന്നത് പുരുഷനും, തുല്യതയുള്ളപ്പോൾ തന്നെ വിധേയപ്പെട്ട് കഴിയുക എന്നുള്ളത് സ്ത്രീയുടെ ഉത്തരവാദിത്വവുമാണ്. പുറജാതി മതങ്ങളിൽ, റോമൻ മതങ്ങളിലും അതുപോലുള്ള ചില പുറജാതി മതങ്ങളിൽ സ്ത്രീകൾക്ക് ആരാധനാലയങ്ങളിൽ പ്രവേശിക്കുവാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. പഴയ നിയമ കാലഘട്ടത്തിലും പുരോഹിതന്മാരുടെ കൂട്ടത്തിലോ മഹാപുരോഹിതന്മാരുടെ കൂട്ടത്തിലോ സ്ത്രീകളെ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ ന്യായപ്രമാണ സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ശുദ്ധീകരണ നിയമങ്ങളിലും ഒക്കെ സ്ത്രീകൾക്ക് ചില പ്രത്യേക നിയമങ്ങൾ നൽകിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു സ്ത്രീ ആൺകുഞ്ഞിനെയാണ് പ്രസവിക്കുന്നതെങ്കിൽ അവൾ അശുദ്ധയായി കഴിയേണ്ടത് 40 ദിവസമായിരുന്നു. 40 ദിവസം ആൺകുഞ്ഞിനെ പ്രസവിക്കുന്ന സ്ത്രീ അശുദ്ധയായി കഴിയണമെന്നാണ് ന്യായപ്രമാണം. എന്നാൽ പെൺകുഞ്ഞിനെ പ്രസവിച്ചാൽ 80 ദിവസം ശുദ്ധീകരണ കാലം ഉണ്ടായി. ലേവ്യ പുസ്തകം 12-ാം അധ്യായം ആ കാര്യം പഠിപ്പിക്കുന്നു. ശുദ്ധീകരണ നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ ആ കാര്യം പഠിപ്പിക്കുന്നു. പഴയ നിയമ കാലഘട്ടത്തിൽ ചില പുരുഷന്മാർക്ക് ഒന്നിലധികം ഭാര്യമാരെ അനുവദിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അബ്രഹാമിന്റെ കാലമൊക്കെ നമുക്കറിയാം. ഒന്നിലധികം ഭാര്യമാര് അന്ന് കുറ്റകരമായ ഒരു വസ്തുതയായിരുന്നു. യാക്കോബിന്റെ ഭാര്യമാരെ കുറിച്ച് നമുക്കറിയാം. അപ്പം ആ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ സ്ത്രീകൾക്ക് ഒന്നിലധികം ഭർത്താക്കന്മാരെ അനുവദിച്ചിരുന്നു. അപ്പോൾ ന്യായപ്രമാണ കാലഘട്ടത്തിൽ തന്നെ ചില പ്രത്യേകമായ വ്യവസ്ഥകൾ സ്ത്രീകളെ സംബന്ധിച്ചുണ്ടായിരുന്നു. പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ആരും സ്ത്രീകൾ ഉണ്ടായിരുന്നു. അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ അതുപോലെ സഭയുടെ ഇടയ ശുശ്രൂഷ ചെയ്യുവാൻ ഒരു സ്ത്രീയെയും അനുവദിച്ചിരുന്നതായി നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലോ ലേഖനങ്ങളിലോ ഒന്നും നമുക്ക് സൂചനകൾ ലഭിക്കുന്നില്ല. അപ്പൊ നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നത് പോലെ സഭയുടെ ആന്തരികമായ പ്രശ്നങ്ങളിൽ സ്ത്രീകൾക്കുള്ള നിർദ്ദേശങ്ങൾ കൊരിന്ത്യ ലേഖനത്തിലും അതുപോലെ തിമോത്തിയോസിന്റെ ലേഖനത്തിലും ഒക്കെ നമുക്ക് ഇപ്പോൾ നമ്മൾ പഠിച്ച ഭാഗങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ നമുക്കറിയാം, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്ത്രീകൾക്ക് പഴയ നിയമത്തിലേക്കാൾ കൂടുതൽ അംഗീകാരവും മാന്യതയും ശുശ്രൂഷാ രംഗങ്ങളുമെല്ലാം ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് എല്ലാവരും
ഭയന്ന് ഓടി. ശിഷ്യന്മാരെല്ലാവരും ഭയന്ന് ഓടിയപ്പോൾ കഷ്ടാനുഭവങ്ങളുടെ അവസാന നിമിഷം വരെയും അവിടെ കാത്തു നിന്നത് സ്ത്രീകളായിരുന്നു. കർത്താവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറയ്ക്കലേക്ക് ഓടിയെത്തുന്നത് സ്ത്രീകളായിരുന്നു. ഇരുട്ടുള്ളപ്പോൾ യാതൊരു ഭയവും കൂടാതെ ശവക്കല്ലറയിലേക്ക്, ഇരുട്ടുള്ളപ്പോൾ ശവക്കല്ലറയിലേക്ക് പോകുക എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കി, അതും സ്ത്രീകൾ. അപ്പോൾ അവർക്ക് ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം, കർത്താവിനോടുള്ള സ്നേഹം, ഭക്തി, ഇവയെല്ലാം പുരുഷന്മാരെക്കാൾ അധികം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. യേശുവിനെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പരിഹസിക്കുകയോ നിന്ദിക്കുകയോ ഒക്കെ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീ പോലും ഉണ്ടായിരുന്നു. പരിഹസിച്ചവർ ധാരാളമുണ്ട്, കർത്താവിനെ ദേഹോപദ്രവം ഏൽപ്പിച്ച ആളുകൾ ധാരാളമുണ്ട്, നിന്ദിച്ചവരും പരിഹസിച്ചവരും ഒക്കെ ധാരാളമുണ്ട്. പക്ഷെ ഒരു സ്ത്രീ പോലും യേശുവിനെ നിന്ദിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തതായി നാം വായിക്കുന്നില്ല. യഹൂദന്മാരോടും അതുപോലെ ശിഷ്യന്മാരോടുമൊക്കെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സന്ദേശം ആദ്യം അറിയിക്കുന്നത് സ്ത്രീകളാണ്. യഹൂദജനത്തോട് മശിഹായുടെ പ്രത്യക്ഷതയെ കുറിച്ച് ആദ്യം പറയുന്നതും സ്ത്രീകളായിരുന്നു. ലൂക്കോസിന് സുവിശേഷം 2-ാം അധ്യായം 37-38 വാക്യങ്ങൾ. മുപ്പത്തിയേഴും 38 വാക്യങ്ങൾ. അവിടെ പറഞ്ഞിരിക്കുന്നത് 36 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. ആശേർ ഗോത്രത്തിൽ പനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്തു ചെന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും, നോക്കണം, യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരിക്കുന്നതൊക്കെയും നിവർത്തിച്ച ശേഷം അവർ ഗലീലയിൽ തങ്ങളുടെ പട്ടണമായ നസ്രത്തിലേക്ക് പോയി. അപ്പോൾ യെരുശലേമിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരുന്ന യഹൂദന്മാരോട് എല്ലാവരോടും യേശുവിനെ കുറിച്ച്, ഇവനാണ് മശിഹ എന്ന് ആദ്യം പ്രഖ്യാപിക്കുന്നത് ആശേർ ഗോത്രത്തിൽ ജനിച്ച ഈ വിധവയായ വൃദ്ധയായ ഈ പ്രവാചകിയാണ്, ഹന്ന എന്ന പ്രവാചകിയാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ ഇങ്ങനെ നമ്മൾ പുതിയ നിയമം പഠിക്കുമ്പോൾ ധാരാളം പ്രത്യേകതകൾ. യൂറോപ്പിൽ ശമരിയ പട്ടണത്തിൽ ഒക്കെ ആദ്യമായിട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത് സ്ത്രീകളാണ്. ലുദിയായും ശമരിയ സ്ത്രീയും ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ്. യേശുവിന്റെ ഈ ജീവിതകാലത്ത് യേശുവിന് തൈലാഭിഷേകം ചെയ്തത് സ്ത്രീകളായിരുന്നു. പല പ്രാവശ്യം, 3 പ്രാവശ്യം എന്ന് ചിലർ പറയുന്നുണ്ട്, 2 പ്രാവശ്യം എന്ന് ചിലർ പറയുന്നു. അപ്പൊ പുതിയ നിയമസഭയിൽ സ്ത്രീകൾക്കുള്ള സ്ഥാനം പഴയ നിയമകാലങ്ങളെക്കാൾ ശ്രേഷ്ഠകരമായ സ്ഥാനമാണ് അവർക്കുള്ളത്. അപ്പല്ലോസിന് തിരുവചനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ വായിക്കുന്നത് അക്വിലാവിനോടൊപ്പം പ്രിസ്കില്ലയും ഉണ്ടായിരുന്നു. ന്യായപ്രമാണവാദിയായ അപ്പല്ലോസിനെ സുവിശേഷം പഠിപ്പിക്കുന്ന കാര്യത്തിൽ അക്വിലാസിനോടൊപ്പം പ്രിസ്കില്ലയും ഉണ്ടായിരുന്നതായി നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. അപ്പൊ ഇവിടെ സ്ത്രീകൾക്ക് തനതായ ഒരു ശുശ്രൂഷ പുതിയ നിയമത്തിലുണ്ട്.
പക്ഷെ അത് പുരുഷന്മാരുടെ മേൽ അധികാരം നടത്തുവാനുള്ള അനുവാദമല്ല എന്ന് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത് മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. മലയാളം വായിക്കുമ്പോൾ നമുക്ക് അത്രത്തോളം അതങ്ങോട്ട് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ മക്കളെ പ്രസവിക്കാത്ത ആളുകൾ രക്ഷ പ്രാപിക്കത്തില്ലേ? രക്ഷ പ്രാപിക്കുവാൻ മക്കളെ പ്രസവിക്കണമോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് പ്രസവിക്കുക എന്നുള്ള പദത്തിന് അവിടെ കൊടുത്തിരിക്കുന്ന പദത്തിന്റെ അർത്ഥം മക്കളെ വളർത്തുക അല്ലെങ്കിൽ പോറ്റിപ്പുലർത്തുക എന്ന്. അപ്പൊ മക്കളെ പോറ്റിപ്പുലർത്തി മക്കളെ വളർത്തി സ്ത്രീ എന്ത് ചെയ്യും? രക്ഷ പ്രാപിക്കും. അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് സഭകളുടെ അധ്യക്ഷ വേദികളിലോ പൊതുരംഗങ്ങളിലോ ഉള്ള ശുശ്രൂഷയേക്കാൾ ഉപരി അവൾക്ക് ഭവനത്തിലുള്ള രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ അധികം ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്ന മേഖലകളിലുള്ള ശുശ്രൂഷകളാണ്. അതിൽ പ്രധാനമായ ശുശ്രൂഷ എന്ന് പറയുന്നത് മക്കളെ പഥ്യോപദേശത്തിൽ പോറ്റി പുലർത്തുക, വളർത്തുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവൾ രക്ഷ പ്രാപിക്കും എന്ന് പറയുന്നത് അവൾ സംരക്ഷിക്കപ്പെടുക മാത്രമല്ല, ദൈവികമായ ഒരു പ്രതിഫലം ആ ശുശ്രൂഷയ്ക്കുണ്ട്. അപ്പൊ മക്കളെ സത്യോപദേശത്തിൽ പഥ്യോപദേശത്തിൽ വളർത്തുക എന്നുള്ളത് ദൈവം അവളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണ്. അത് ആ നിലയിൽ മനസ്സിലാക്കുവാൻ ഒരു പക്ഷേ സഭാരംഗങ്ങളിൽ പലപ്പോഴും കഴിയാതെ വരുന്നു. എത്രയോ സ്ത്രീകൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ സത്യോപദേശത്തിൽ വളർത്തുവാൻ വേണ്ടി അവരുടെ ജീവിതം മാറ്റിവെക്കുകയും ചെയ്തു. അങ്ങനെ ചെയ്ത ആളുകളുടെ മക്കളൊക്കെ ലോകം അറിയപ്പെടുന്ന വലിയ ശുശ്രൂഷ ചെയ്ത ആളുകളാണ്. അതൊക്കെ ചരിത്രം, മിഷണർമാരുടെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അപ്പൊ മക്കളെ ശരിയായ നിലയിൽ തിരുവചനം അഭ്യസിപ്പിക്കുകയും അവരെ ഭക്തിയിൽ വളർത്തുകയും അവരെ ദൈവഭക്തിയിൽ പോറ്റിപ്പുലർത്തുകയും ചെയ്യുന്ന സ്ത്രീകൾ അതിനുള്ള പ്രതിഫലം ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കും എന്നാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് പുരുഷന്റെ മേൽ കർത്തൃത്വം നടത്തുന്ന ആ ഒരു രംഗത്തേക്കല്ല, കുടുംബത്തിലെ ആത്മീയത നിലനിർത്തുന്നതിലും കുടുംബത്തിൽ മക്കളെ ദൈവവചനത്തിന്റെ ശിക്ഷണത്തിൽ പോറ്റിപ്പുലർത്തുന്നതിനും അവൾ ശ്രദ്ധിക്കുമ്പോൾ അത് ദൈവം അവൾക്ക് കൊടുത്ത ശുശ്രൂഷയുടെ നിവൃത്തീകരണമായി അവൾ ദൈവികമായ രക്ഷയിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിലേക്ക് അവൾ കടന്നു വരുമെന്ന് ഒരു ആത്മീക മർമ്മമാണ് അല്ലെങ്കിൽ ആത്മീക സത്യമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടെ പോറ്റിപ്പുലർത്തും അല്ലെങ്കിൽ പ്രസവിക്കും എന്ന് പറഞ്ഞ് ടെക്നോഗോനിയ എന്ന് പറയുന്ന ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ടെക്നോഗോനിയ എന്നുള്ള ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനെ മക്കളെ വളർത്തുക എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുള്ള ധാരാളം സ്ത്രീകൾ അവരുടെ ജീവിത കാലഘട്ടത്തിൽ രക്ഷയിലേക്ക് വന്നിട്ടുണ്ട്. ഒരു ഭാഷയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അവർ മൂലം അവൾ രക്ഷപ്രാപിക്കും. അപ്പൊ അതും ആത്മരക്ഷയെ കുറിച്ചല്ല, ആത്മരക്ഷ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചും അവസരത്തെക്കുറിച്ചും അവളുടെ സ്വസ്ഥപരമായ ജീവിതത്തെക്കുറിച്ചുമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവൾ ഓൾറെഡി രക്ഷിക്കപ്പെട്ട ആളാണ്. വിശുദ്ധിയിലും നിർമ്മലതയിലും ജീവിക്കുന്ന സ്ത്രീകളെ കുറിച്ച് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവളുടെ ശുശ്രൂഷ രംഗം
പരസ്യവേദികളെക്കാൾ കൂടുതൽ എവിടെയാണ്? ഭവനത്തിലാണ്. ഭർത്താവിന് വിധേയപ്പെട്ടിരിക്കുകയും മക്കളെ പോറ്റി വളർത്തുകയും ചെയ്യുന്നതിലൂടെ അവൾ മാനിക്കപ്പെടുന്ന സ്ത്രീയായി തീരുകയും ദൈവത്തിൽ നിന്നുള്ള രക്ഷ, പ്രതിഫലം അവൾ പ്രാപിക്കുകയും ചെയ്യും. അപ്പൊ ആ ഒരു കാര്യം പലപ്പോഴും സ്ത്രീകൾ ഭവനത്തിലുള്ള ഈ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് വളരെ ആവലാതിപ്പെടാറുണ്ട്. ഞാൻ മാത്രം ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു, അല്ലെ, ഞാൻ മാത്രം, എന്നെ കുറിച്ച് യാതൊരു ചിന്തയുമില്ല. അപ്പൊ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയായിട്ട് അതിനെ കാണണം. കാരണം പുരുഷന്മാർക്ക് മക്കളെ അത്രത്തോളം ആത്മീയതയിൽ വളർത്താൻ കഴിയത്തില്ല, അല്ലെ. അവർ ട്യൂഷൻ എടുക്കുന്ന സമയത്ത് 2 കണക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരു കണക്ക് തെറ്റുമ്പോൾ തന്നെ അപ്പനും മക്കളും തമ്മിൽ തെറ്റും. അതേസമയത്ത് അമ്മയാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിലോ അത് കുറച്ചും കൂടെ ക്ഷമയോടുകൂടി അവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ കഴിയും. ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ പിള്ളേർക്ക് എന്തെങ്കിലും ഹോംവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ആകെ പ്രശ്നമാകും. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർ എഴുതുന്നില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും. അതേസമയത്ത് സ്ത്രീകളാണെങ്കിൽ അതൊന്നും കൂടെ ക്ഷമയോടുകൂടി പറഞ്ഞു കൊടുത്ത് അവരെ കരയിപ്പിക്കാതെ അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ തിമോത്തിയോസിനോട് പറയുന്നുണ്ടല്ലോ, ആ ഭക്തി നീ ദൈവവചനം അഭ്യസിച്ചത് നിന്റെ അമ്മയിൽ നിന്നും വല്യമ്മയിൽ നിന്നുമാണ്, ആ വിശ്വാസം നിന്നിലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നു എന്ന് പറയുന്നത് അത് എത്രത്തോളം ഗൗരവമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾ ക്രിസ്തീയ ജീവിതത്തിൽ രക്ഷ അനുഭവിക്കുന്നതും രക്ഷയുടെ വളർച്ചയിലേക്ക് വരുന്നതും അവരുടെ മക്കളെ കൂടെ, കുടുംബത്തെ കൂടെ ആത്മീയതയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്ന ആ ഒരു അനുഭവത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുതയായി നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുപോലെ പൗലോസിന്റെ ജീവിത കാലഘട്ടത്തിൽ പൗലോസിനോടൊപ്പം ശുശ്രൂഷ ചെയ്ത ധാരാളം സഹോദരിമാരെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ധാരാളം പേര് പൗലോസിനോടൊപ്പം ശുശ്രൂഷ ചെയ്തു. അവരെ കുറിച്ചൊക്കെ പൗലോസ് ഓർമ്മിക്കുന്നതായിട്ട് നമുക്ക് ലേഖനങ്ങളിൽ കാണുവാൻ കഴിയുന്നു. പല ലേഖനങ്ങളിലും, റോമാലേഖനത്തിലും മറ്റ് ലേഖനങ്ങളിലും ഒക്കെ അവരെ കുറിച്ച് പ്രതിപാദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പം ശുശ്രൂഷക്കാരിത്തികളായിട്ടും സുവിശേഷ ഘോഷണത്തിൽ തന്നോടൊപ്പം വളരെയധികം അധ്വാനിച്ച സ്ത്രീകളെ കുറിച്ചൊക്കെ അവിടെ പറയുന്നതായിട്ട് നമുക്ക് ഈ ഭാഗത്ത് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിൽ, സുവിശേഷ ഘോഷണത്തിൽ പൗലോസിനോടൊപ്പം പോരാടിയ സഹോദരിമാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ശുശ്രൂഷ രംഗങ്ങളിൽ ശുശ്രൂഷക്കാരിത്തികളായി, ഒരു മെസ്സഞ്ചറായി, ഒരു ഇവാഞ്ചലിസ്റ്റായി, ഒരു പ്രയർ വുമണായി ഒക്കെയുള്ള വലിയ വേദികൾ ഉണ്ട്. എന്നാൽ ആധുനിക കാലത്ത് WCCയുടെ ഒക്കെ, വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ ഒക്കെ ആവിർഭാവത്തിന് ശേഷം, 2ാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ലോക വ്യവസ്ഥിതിയിൽ സ്ത്രീകളെ കുറിച്ചുള്ള ചിന്താഗതിയിൽ ഒരു വ്യത്യാസം വരികയും ആ വ്യത്യാസം ആഗോള സഭയെ സ്വാധീനിക്കുകയും ചെയ്തതിന്റെ വെളിച്ചത്തിൽ പല സഭകളിലും അധ്യക്ഷ സ്ഥാനത്തേക്ക് സഹോദരിമാർ വന്നിട്ടുണ്ട്. ശുശ്രൂഷ രംഗങ്ങളിലേക്ക് ഈവൻ CSI ചർച്ച് പോലും ധാരാളം ആളുകളെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പെന്തക്കോസ്ത് സഭകളിലും ധാരാളം ആളുകൾ ഇന്ന് സഭായോഗങ്ങൾ നയിക്കുന്ന, പ്രത്യേകമായ ചില സാഹചര്യങ്ങളിലായിരിക്കാം അവർ രീതികൾ ഉണ്ട്. മൂപ്പനോടൊപ്പം മദറും അതേ അധികാരവും സ്ഥാനവും ഉള്ള ഒരു പദവി വഹിക്കുന്നു. അപ്പോൾ ഇത് ജനറലി ഉള്ള ഒരു തത്വമാണ് പുരുഷന്റെ മേൽ സ്ത്രീകൾ അധികാരം നടത്തുവാൻ പാടില്ല എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അത് താണ അവസ്ഥ എന്നുള്ളതല്ല. പുരുഷന് വിധേയപ്പെട്ടുകൊണ്ട് തന്നെയാണ് സ്ത്രീകളുടെ എല്ലാ ശുശ്രൂഷകളും ചെയ്യേണ്ടത്. ഭവനത്തിലായാലും സഭയിലായാലും സമൂഹത്തിലായാലും അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഇന്ന് ആധുനിക പാശ്ചാത്യ ചിന്തകളും ആധുനിക ചില വ്യവസ്ഥകളും ഒക്കെ നിഷേധ രൂപത്തിൽ ചില സഭകളെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരു വർഷിപ്പ് ലീഡ് ചെയ്യുന്നത് കൊണ്ടോ കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിക്കുന്നത് കൊണ്ടോ സുവിശേഷ ഘോഷണത്തിൽ പങ്കാളികളാകുന്നത് കൊണ്ടോ സഭയുടെ മറ്റുള്ള എല്ലാ സേവന രംഗങ്ങളിലും പങ്കെടുക്കുന്നത് കൊണ്ടോ ഒന്നും സ്ത്രീകൾക്ക് യാതൊരു പ്രശ്നവുമില്ല.
ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള അവരുടെ നിയോഗം അവരെ അനുവദിച്ചിട്ടില്ല എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അത് ഒരു മനുഷ്യൻ വിലക്കി വെച്ചിട്ടുള്ളതല്ല, മറിച്ച് ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുന്നത് കൊണ്ടാണ് നമ്മൾ അതിന് അനുവദിക്കാത്തത് എന്നുള്ള വസ്തുതയാണ്. അപ്പൊ ഇതാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നതിന്റെ ആത്മീകമായ അർത്ഥം. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പം അതിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യം കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് മൂന്നാമത്തെ അധ്യായത്തിൽ മൂപ്പന്മാരുടെയും ശുശ്രൂഷകന്മാരുടെയും പാസ്റ്റേഴ്സ് ആൻഡ് ഡീക്കൻസ്. അപ്പൊ ശുശ്രൂഷകൻ ഞാൻ നേരത്തെ പറഞ്ഞു, ശുശ്രൂഷകൻ എന്നവിടെ ഉപയോഗിക്കുന്നത് പാസ്റ്ററെ ഉദ്ദേശിച്ചല്ല. നമ്മളിപ്പോൾ ഞങ്ങളുടെ സഭയുടെ ശുശ്രൂഷകൻ എന്ന് പറയുമ്പോൾ പാസ്റ്ററെ ഉദ്ദേശിച്ചാണ് നമ്മൾ പറയുന്നത്. എന്നാൽ പുതിയ നിയമ ഭാഷയിൽ ശുശ്രൂഷകൻ എന്ന് പറയുന്നത് പാസ്റ്റർ അല്ല. പാസ്റ്ററെ സഭാ ശുശ്രൂഷയിൽ സഹായിക്കുന്ന ഡീക്കനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ സഭകളിൽ ഈ ഡീക്കൻസ് എന്നുള്ള ഒരു സ്ഥാനം അത്രത്തോളം നമ്മൾ നിലനിർത്തുന്നില്ല. എന്നാൽ പരമ്പരാഗത സഭകളിലൊക്കെ ഡീക്കൻസ് ഉണ്ട്. പിന്നെ ആർച്ച് ഡീക്കൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, സഭാചരിത്രത്തിലുള്ള ആർച്ച് ഡീക്കൻ എന്നുള്ള സ്ഥാനം. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ പോർച്ചുഗീസുകാർ സുറിയാനി സഭയിലുള്ള അധ്യക്ഷന്മാർക്ക് കൊടുത്ത ഒരു വസ്തുതയാണ്. ഡീക്കൻസിനെ നമ്മൾ കാണുന്നത് എവിടെയാണ്? അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിലാണ്. ശുശ്രൂഷകന്മാരെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വിശ്വാസവും പരിശുദ്ധാത്മാവുമുള്ള പുരുഷന്മാരെ നിങ്ങളുടെ ഇടയിൽ തന്നെ തിരഞ്ഞുകൊള്ളുവീൻ എന്ന് പറഞ്ഞ് സ്തെഫാനോസ് തുടങ്ങിയിട്ടുള്ള ആളുകളെ, ഫിലിപ്പോസ് ഇങ്ങനെയുള്ള ആളുകളെ ശുശ്രൂഷകന്മാരായിട്ട് തിരഞ്ഞെടുത്തു. അത് സഭയുടെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് സഭയുടെ മറ്റു കാര്യങ്ങൾ, മേശമേലുള്ള ശുശ്രൂഷയും അതുപോലെയുള്ള സേവന പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്ത് സഭയുടെ അധ്യക്ഷനെ അസിസ്റ്റ് ചെയ്യുക, സഹായിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലായിരുന്നു ഡീക്കൻസിനെ തിരഞ്ഞെടുത്തിരുന്നത്. പിന്നീട് ചില ഡീക്കൻസ് ആരായിട്ട് തീർന്നു? ഇവാഞ്ചലിസ്റ്റുകളായിട്ട് തീർന്നു. ഫിലിപ്പോസ് ഒക്കെ ഡീക്കൻസിന്റെ സ്ഥാനത്ത് അവരവിടെ മേശമേലുള്ള ശുശ്രൂഷയിലായിരുന്നെങ്കിലും ദൈവാത്മാവ് അവരെ ശുശ്രൂഷാ സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ ഇവാഞ്ചലിസ്റ്റ് ആയിട്ട്, സുവിശേഷകനായ ഫിലിപ്പോസ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ സംഘത്തിലുള്ള പല ആളുകളും സുവിശേഷകരായിട്ട് പിന്നീട് മാറുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഡീക്കൻസ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാനം സഹോദരിമാർക്കും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് റോമാലേഖനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് ക്രെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരിത്തിയായ ഫേബ എന്ന് അപ്പൊ ശുശ്രൂഷക സ്ഥാനത്തേക്ക് ആരുണ്ടായിരുന്നു? സഹോദരിമാരുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഈ റോമാലേഖനത്തിലെ വന്ദനങ്ങൾ വായിക്കുമ്പോൾ, യോഹന്നാന്റെ 3-ാം ലേഖനമൊക്കെ വായിക്കുമ്പോൾ സ്ത്രീകൾ നേതൃത്വ സ്ഥാനത്തേക്കും ഒക്കെ കടന്നു വന്നിട്ടുള്ള ഒരു സൂചന നമുക്ക് ആ ഭാഗത്ത് ലഭിക്കുന്നു. അപ്പം പുതിയ നിയമസഭയിൽ സ്ത്രീകൾക്ക് ഒരുപക്ഷെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ തന്നെ സഭ നയിച്ചിരുന്ന സഹോദരിമാരുണ്ടായിരുന്നു. മാന്യനായികയാർക്ക് എഴുതുന്നത് എന്ന് പറയുന്നത് ഒരു ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു ലേഡിയാണ്, സഭയുടെ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു ലേഡിയാണ്. അവർ സഭായോഗം നടത്തിയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെങ്കിൽ അവർക്ക് ആത്മീക നേതൃത്വം ഉണ്ടായിരുന്ന ഒരു മാന്യായ സഹോദരിയായിരുന്നു. അവർക്ക് വേണ്ടിയാണ് 3-ാമത്തെ ലേഖനം പൗലോസ് എഴുതുന്നതായിട്ട് യോഹന്നാൻ എഴുതുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. റോമാലേഖനം 16-ാം അധ്യായത്തിൽ പല സഭകളും സഹോദരിമാരുടെ നേതൃത്വത്തിൽ കൂടിവരവുകളായിട്ടുണ്ടായിരുന്നു. അവിടെ സഭായോഗം നടത്തിയിരുന്ന ഒരു പക്ഷെങ്കിൽ മൂപ്പന്മാരായിരിക്കാം. പക്ഷെങ്കിൽ അതിന് ഇനീഷ്യേറ്റീവ് എടുത്തതോ ആ സഭയെ മുന്നോട്ട് കൊണ്ടുപോയതോ ഒക്കെ സഹോദരിമാരായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടെയുള്ള ഒരു വ്യത്യാസമെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഡീക്കൻസ് ആയിട്ട് സഹോദരിമാരും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, ധാരാളം പേരുണ്ടായിരുന്നിരിക്കണം. അതിൽ ഒരു സഹോദരിയാണ് ഈ സന്ദേശവുമായിട്ട്, ഈ റോമാലേഖനവുമായിട്ട് റോമിലേക്കൊക്കെ കടന്നു പോകുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ ഇവിടെ 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭയുടെ അധ്യക്ഷന്മാരുടെയും സഭയുടെ ഡീക്കന്മാരുടെയും നിയമനം എങ്ങനെയായിരിക്കണം, അവരുടെ യോഗ്യതകൾ എന്തായിരിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ഒരു അധ്യായമാണ് 3-ാമത്തെ അധ്യായം. അപ്പൊ 3-ാമത്തെ അധ്യായം സഭാ ശുശ്രൂഷ, പാസ്റ്ററൽ മിനിസ്ട്രിയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളതാണ്. സഭയുടെ ശുശ്രൂഷയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് ഈ 3-ാമത്തെ അധ്യായം എന്ന് നമുക്ക് കാണാം. 3-ാം അധ്യായത്തിൽ നാം എന്താണോ ആദ്യം വായിക്കുന്നത്?
ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നു എങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നത് വിശ്വാസയോഗ്യമാകുന്നു. എന്നാൽ അധ്യക്ഷൻ എന്ന് പറഞ്ഞ ശേഷമായിട്ട് അധ്യക്ഷന്റെ യോഗ്യതകളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ടാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ 2 സ്ഥാനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. സഭകളിൽ 2 സ്ഥാനികൾ മാത്രമേ ഉണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു അത്? ഒരാള് അധ്യക്ഷനും മറ്റേയാള് ഡീക്കനും. അപ്പൊ അധ്യക്ഷനും ഡീക്കനും എന്ന് പറയുമ്പോൾ അധ്യക്ഷൻ എന്നുള്ളതിന് മറ്റൊരു പ്രയോഗമാണ് എൽഡർ. അധ്യക്ഷന്റെ മറ്റൊരു എൽഡർ എന്നവിടെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ എൽഡർ എന്ന് പറയുന്ന ആൾ തന്നെയാണ് അധ്യക്ഷൻ. ഈ അധ്യക്ഷന്റെ മറ്റൊരു പേരാണ് പ്രസ്ബിറ്റർ അല്ലെങ്കിൽ എപ്പിസ്കോപ്പോസ്. ഈ പദങ്ങളെല്ലാം എപ്പിസ്കോപ്പോസ്, പ്രസ്ബിറ്ററോസ്, എൽഡർ, ഈ പദങ്ങളെല്ലാം ആരെ കുറിക്കുന്നതായിരുന്നു? സഭയുടെ അധ്യക്ഷനെ കുറിക്കുന്നതായിരുന്നു. സഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രാദേശിക സഭയുടെ ശുശ്രൂഷ ചെയ്യുന്ന പാസ്റ്ററെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യകാലങ്ങളിൽ ബിഷോപ്പ് എന്ന് പറയുന്ന പ്രയോഗം, മെത്രാൻ എന്ന് പറയുന്ന ബിഷോപ്പ് എന്ന് പറയുന്ന പ്രയോഗം സഭയുടെ അധ്യക്ഷനെ കുറിക്കുന്നതായിരുന്നു. ആ സഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്ന ആള് ആരായിരുന്നു? പ്രാദേശികമായ സഭയുടെ ശുശ്രൂഷകനായിരുന്നു. എന്നാൽ 2-ാം നൂറ്റാണ്ട് വന്നപ്പോൾ, ഇഗ്നേഷ്യസിന്റെ ഒക്കെ കാലം വന്നപ്പോൾ, ഇഗ്നേഷ്യസ് എന്ന് പറയുന്ന സഭാപിതാവാണ് പല സഭകളുടെ ഉത്തരവാദിത്വമുള്ള ആളിനെ പ്രസ്ബിറ്ററോസ് എന്ന് വിളിച്ചു, അല്ലെങ്കിൽ എപ്പിസ്കോപ്പോസ് എന്ന് വിളിച്ചു. അപ്പൊ എപ്പിസ്കോപ്പോസിന്റെ മേൽനോട്ടത്തിൽ അനേകം ബിഷോപ്സ് വന്നു, അല്ലെങ്കിൽ എൽഡേഴ്സ് വന്നു. മനസ്സിലായോ? ആ ഒരു സിസ്റ്റം, 3 ടയർ സിസ്റ്റം വന്നത് 2-ാം നൂറ്റാണ്ട് മുതലാണ്. പല സഭകളുടെ വളർച്ചയിൽ, സഭാഘടനയിൽ സംഭവിച്ചിട്ടുള്ള ഭരണപരമായ മാറ്റമാണ്. എന്നാൽ ദൈവവചന പ്രകാരം ഒരു പ്രാദേശിക സഭയുടെ അധ്യക്ഷനെയാണ് പുതിയ നിയമം ബിഷപ്പ് എന്ന് വിളിക്കുന്നത്, പുതിയ നിയമം പ്രസ്ബിറ്ററോസ് എന്ന് വിളിക്കുന്നത്, പുതിയ നിയമം എൽഡർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ എൽഡർ എന്നുള്ള സ്ഥാനവും പിന്നെ ഡീക്കൻ എന്നുള്ള സ്ഥാനവും, ഈ 2 സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ഭരണപരമായ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ സഭകളുടെ ഉത്തരവാദിത്തമുള്ള ആളുകൾ വേണ്ടി വന്നിരിക്കാം. അത് തെറ്റായ ഒരു ഭരണ സംവിധാനമായിട്ട് പറയുന്നില്ല. പക്ഷെങ്കിൽ പ്രാദേശിക സഭയുടെ ശുശ്രൂഷയിന്മേലുള്ള അധികാരം എന്ന് പറയുന്നത് ആ സഭയിൽ നിയോഗിക്കപ്പെട്ട അധ്യക്ഷനായിരുന്നു, അല്ലെങ്കിൽ മൂപ്പന് ആയിരുന്നു. സഭകൾ തോറും മൂപ്പന്മാരെ നിയമിക്കുവാൻ തീത്തോസിനോടൊക്കെ പൗലോസ് ആജ്ഞാപിക്കുന്നുമുണ്ട്. കാരണം സഭകളിലെ ശുശ്രൂഷയ്ക്ക് ആവശ്യമാണ്. ഒരു പക്ഷെങ്കിൽ സഭകളിലെ അങ്ങനെയുള്ള മൂപ്പന്മാരെ അധ്യക്ഷന്മാരെ നിയോഗിച്ചു വന്നത് അതാത് സഭകളിൽ നിന്ന് തന്നെയാണ്. ആ കാലങ്ങളിൽ അതാത് സഭകളിൽ നിന്ന് തന്നെയാണ് നിയോഗിച്ചു വന്നത്. അപ്പോൾ അവരെ എല്ലാ കാലവും ആ സഭയുടെ അധ്യക്ഷനായിട്ട് തന്നെ തുടരുമായിരുന്നു. പ്രത്യേകമായ എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവര് മറ്റ് ഇടങ്ങളിലേക്ക് പോകാറും ഉള്ളായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് അധ്യക്ഷ സ്ഥാനം ഒരു വ്യക്തി സ്വീകരിക്കുന്നുവെങ്കിൽ, ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ, ഒരുവന് ദൈവത്തിന്റെ ഒരു വിളി അങ്ങനെ ഉണ്ട് എങ്കിൽ അത് നല്ല വേല ആഗ്രഹിക്കുന്നു. സഭാപരിപാലനത്തിന് വേണ്ടിയുള്ള ഇടയൻ, അധ്യക്ഷൻ, ബിഷപ്പ്, മൂപ്പൻ, പാസ്റ്റർ, ഇതെല്ലാം ഒരേ സ്ഥാനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പദമായിരുന്നു. എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി പൗലോസ് സംസാരിക്കുന്ന എഫെസോസിലുണ്ടായിരുന്ന മൂപ്പന്മാരെ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ബിഷപ്സ് അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒന്നിലധികം മൂപ്പന്മാർ, ഒന്നിലധികം സഭകളും ഒരുപക്ഷെ അവിടെ ഉണ്ടായിരുന്നിരിക്കാം. ഒരു സഭയിൽ തന്നെ ഒന്നിലധികം മൂപ്പന്മാരും ഉണ്ടായിരുന്ന സ്ഥിതിവിശേഷം പല സഭകൾക്കും ഉണ്ടായിരുന്നു. അപ്പം അപ്പോസ്തലർ പ്രവൃത്തി 28-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എഫെസോസിലുള്ള മൂപ്പന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ശുശ്രൂഷ സംബന്ധമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവരുടെ കടപ്പാടുകൾ, അവര് കൊടിയ ചെന്നായ്ക്കൾ സഭയെ ആക്രമിക്കുവാൻ വരും, അതുകൊണ്ട് ദുരുപദേശകന്മാരിൽ നിന്നൊക്കെ അവരെ രക്ഷിക്കണം എന്നെല്ലാമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പൊ ഇനിയും ഈ ശുശ്രൂഷകന്മാരുടെ യോഗ്യതകൾ എന്താണ്, അല്ലെങ്കിൽ ഇടയന്മാരുടെ യോഗ്യതകൾ എന്താണ്? ഇടയന്മാരുടെ യോഗ്യതയും അതുപോലെ തന്നെ ഡീക്കൻസിന്റെ യോഗ്യതയും
ഈ 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇടയന്റെ യോഗ്യതകൾ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല ഡീക്കൻസിന്റെ യോഗ്യതകൾ. അപ്പൊ ഡീക്കൻസിന്റെ യോഗ്യതകൾ തന്നെയാണ് ഇടയന്റെ യോഗ്യതകൾ തന്നെയാണ് ഡീക്കൻസിന്റെ യോഗ്യതകൾ. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളിൽ അല്പം ലിസ്റ്റിൽ അല്പം വ്യത്യാസം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഈ അധ്യക്ഷന്റെ യോഗ്യതയായിട്ട് ഒരു 15 കാര്യങ്ങൾ ഈ ലേഖനത്തിൽ പറയുന്നു. ശുശ്രൂഷകന്മാരുടെ അല്ലെങ്കിൽ ഡീക്കന്റെ യോഗ്യതകളായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഏകദേശം 8-9 കാര്യങ്ങളെ ഉള്ളൂ. അപ്പം ഈ 2 കാര്യങ്ങളും നമ്മൾ പരിശോധിച്ചാൽ ഒരു പാസ്റ്ററുടെ അല്ലെങ്കിൽ ഒരു ബിഷപ്പിന്റെ എല്ലാ യോഗ്യതകളും ആർക്കും വേണം, ഒരു ഡീക്കനും വേണം. അപ്പൊ ഡീക്കൻസ് എന്ന് പറയുന്നത് സഭയുടെ ഇന്നത്തെ കാലത്ത് ഡീക്കൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഭയുടെ കമ്മിറ്റി അംഗങ്ങളാണ്. സഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കുന്ന കമ്മിറ്റി അംഗങ്ങളാണ്. അപ്പൊ നമ്മുടെ സഭകളുടെ ഭരണഘടനയില് പാസ്റ്റർക്ക് വേണ്ടിയുള്ള യോഗ്യത പോലെ തന്നെയാണ് പിന്നെ സഭയുടെ സെക്രട്ടറിയോ ട്രഷററോ കമ്മിറ്റി അംഗങ്ങളോ ആയിട്ട് വരുന്ന ആളുകൾക്ക് കൊടുത്തിരിക്കുന്ന യോഗ്യത. അപ്പൊ ഇന്ന് പക്ഷെങ്കിൽ പലയിടങ്ങളിലും അത് പാലിക്കപ്പെടുന്നില്ല. അപ്പൊ ഒരു പാസ്റ്റർക്കുള്ള യോഗ്യത തന്നെ ഉണ്ടായിരിക്കണം ഒരു സെക്രട്ടറിക്ക്, ഒരു ട്രഷററിന്. പണം കൈകാര്യം ചെയ്യുന്ന ആള്, ഭക്ഷണ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആള്, സാമൂഹ്യ സേവനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആള്, സഭയുടെ ഭൗതികമായ കാര്യങ്ങൾ നോക്കുന്ന വ്യക്തി. ആ വ്യക്തി യഥാർത്ഥത്തിൽ അതൊരു നിയോഗ ശുശ്രൂഷയാണ്. പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന, പ്രാർത്ഥനയോടെ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ ഇന്ന് സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഒരാളെ പേര് പറയുന്നു, ആ ആളിനെ വയ്യാന്ന് പറയുന്നു, ഉടനെ മറ്റൊരാളിനെ തിരഞ്ഞെടുക്കുന്നു. എന്നാൽ മത്തായിച്ചൻ ഇന്നും ഒരു സെക്രട്ടറി ആയി എന്ന് പറയുന്നു. ഈ മത്തായിച്ചൻ ആത്മാവ് പ്രാപിച്ചതാണോ, രക്ഷിക്കപ്പെട്ടതാണോ, സമർപ്പണമുള്ളതാണോ, ഇതൊന്നും ആരും നോക്കാറില്ല. അപ്പൊ സഭയുടെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരനാണ് നോക്കുന്നത്. അവസാനം വലിയ വിഷയങ്ങളൊക്കെ സഭകളിൽ ഉണ്ടാക്കുന്നതിനൊക്കെ ഈ കമ്മിറ്റികളെ ഭയങ്കര ചർച്ചാ വിഷയമാണ് നമ്മുടെ സഭാരംഗങ്ങളിൽ. എന്നാൽ പാസ്റ്ററെ, ഇടയനെ തൻ്റെ സഭയുടെ നേതൃത്വ ശുശ്രൂഷയിൽ സഹായിക്കുന്ന ഡീക്കൻസ് ആയിരിക്കണം. അതിനുവേണ്ടിയാണ് ഡീക്കൻസിനെ തിരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പൊ ഇനിയും 1-2 കാര്യങ്ങൾ മാത്രം നമുക്ക് ഇന്ന് ചിന്തിച്ചിട്ട് ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ആഴ്ചയിൽ നമുക്ക് ഈ 1-ാം ലേഖനം നമുക്ക് അടുത്ത ആഴ്ചയിൽ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സും അതിന്റെ അടുത്ത ക്ലാസ്സും കൊണ്ട് നമുക്ക് ഈ ഒരു വിഷയം നമുക്ക് തീർക്കുവാനും കഴിയും. അപ്പൊ ഇടയന്റെ യോഗ്യതകളിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന 1-ാമത്തെ കാര്യം, അധ്യക്ഷൻ നിരപവാദ്യനായി ഏകഭാര്യയുടെ ഭർത്താവും നിരപവാദ്യനായിരിക്കണം. അധ്യക്ഷൻ അപവാദ്യനായിരിക്കണം, അപവാദങ്ങൾ ഇല്ലാത്തവനായിരിക്കണം, അലിഗേഷൻസ് ഒന്നും ഉണ്ടാകുവാൻ പാടില്ല. അപ്പം അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്ന ആള്, മെത്രാൻ സ്ഥാനത്തേക്ക് വരുന്ന ആള്, പാസ്റ്ററായിട്ട് നിയോഗിക്കപ്പെടുന്ന ആള് ആരായിരിക്കണം? നിരപവാദ്യനായിരിക്കണം. ചില സഭകളിൽ അച്ഛന്മാരെ തിരഞ്ഞെടുക്കുന്നതിന്, അപ്പൊ എനിക്കറിയാം മർത്തോമാ സഭയിൽ ആണ് ഏറ്റവും, കത്തോലിക്ക സഭയിലും ഉണ്ട്, മർത്തോമാ സഭയിൽ ആണ് ഏറ്റവും കൂടുതൽ അച്ഛന്മാരാകുന്നതിനുള്ള ബുദ്ധിമുട്ടുള്ളത്. കാരണം അവരെ ഒരു 4-5 തലമുറ പുറകോട്ട് നോക്കും. കുടിയന്മാരുണ്ടോ, തല്ലുകാരുണ്ടോ, കേസ് വഴക്കമുള്ളവരുണ്ടോ, തൂങ്ങിച്ചത്തവരുണ്ടോ, ഇങ്ങനെയൊക്കെ നോക്കും. അപ്പം ആരെങ്കിലും ഈ കാൻഡിഡേറ്റിന്റെ പൂർവ്വകാലത്തുള്ള ഏതെങ്കിലും ഒരു ചരിത്രം, അവരുടെ കുടുംബത്തിൽ ഇങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അയോഗ്യനാണ്. പിന്നെ സൗന്ദര്യം നോക്കും, വിദ്യാഭ്യാസം നോക്കും, ആരോഗ്യം നോക്കും, ആ ലോക്കൽ ചർച്ചിന്റെ റെപ്യൂട്ടേഷൻ, റെക്കമെൻഡേഷൻ, അവരുടെ അഭിപ്രായം, ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം
യാതൊരു പരാതിയും ലഭിച്ചിട്ടില്ല എന്ന് ബോധ്യമായാൽ മാത്രമേ വൈദിക സെമിനാരിയിൽ പഠിച്ചാലും വൈദിക ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പിക്കുന്നു. വൈദിക സെമിനാരിയിൽ പഠിക്കുന്നതിന് കുഴപ്പമില്ല, BTHO BDO ഒക്കെ എടുക്കാം. പക്ഷെ വൈദികനായി തീരണമെന്നുണ്ടെങ്കിൽ ബ്ലെയിംലെസ് ആണ് എന്നുള്ള ഒരു ബോധ്യം അതിന്റെ സെലക്ഷൻ കമ്മിറ്റിക്ക് ഉണ്ടാകും. അതാണ് അത് എല്ലാ സഭകൾക്കും അങ്ങനെയാണ്. എന്നാൽ ചില സഭകളൊക്കെ ചില കാര്യങ്ങളിലൊക്കെ കണ്ണടക്കി. കാരണം അവർക്ക് ഒരുപാട് അച്ഛന്മാരെ ആവശ്യമുള്ളത് കൊണ്ട്, അധ്യക്ഷന്മാരെ ശുശ്രൂഷന്മാരെ ആവശ്യമുള്ളതാണ് അവർ കണ്ണടക്കി. അപ്പൊ നമ്മളുടെ ഇടയിലും ഇതുപോലെ ഈ പാസ്റ്റർമാരെ നിയോഗിക്കുക എന്ന് പറയുന്നത് അതിനുവേണ്ടി ഉള്ള ഒരു പരീക്ഷയുണ്ട്, പരിശീലനമുണ്ട്, അവർക്ക് ഉള്ള യോഗ്യതകളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. എന്നാൽ എല്ലായിടത്തും എല്ലാ കാര്യങ്ങളും ഒന്നും പരിഗണിക്കപ്പെടാറില്ല. കാരണം ഏറ്റവും പ്രധാനം ദൈവത്തിന്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അല്പം സൗന്ദര്യം കുറഞ്ഞാലും കുടുംബപരമായിട്ട് എന്തെങ്കിലും അല്പം പരാധീനതകളൊക്കെ ഉണ്ടെങ്കിലും ഈ വ്യക്തി ദൈവത്താൽ വിളിക്കപ്പെട്ടവനും ശുശ്രൂഷയ്ക്ക് സമർപ്പിക്കപ്പെട്ടവനും ശുശ്രൂഷ ചെയ്യുവാൻ യോഗ്യനുമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ വ്യക്തിയെ ശുശ്രൂഷകനായിട്ട് അല്ലെങ്കിൽ സഭാ അധ്യക്ഷനായിട്ട് പാസ്റ്ററായിട്ട് നമ്മൾ നിയമിക്കും. അപ്പൊ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ശുശ്രൂഷകന്മാരെ നിയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്, ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളത്, സീനിയർ ആയിട്ടുള്ള ശുശ്രൂഷകന്മാരോടൊപ്പം ശുശ്രൂഷിക്കുവാനും സഹായിക്കുവാനും ഒക്കെ അവരെ അവിടെ നിർത്തും. അപ്പൊ ആ സീനിയോറിറ്റി ഉള്ള ദൈവദാസന്മാരോട് കൂടെ നിന്ന് ശുശ്രൂഷ പഠിക്കും. ജീവിതം, ശുശ്രൂഷ, ദൈവവചനം, ഇതൊക്കെ അവിടെ നിന്ന് പഠിക്കും. സുറിയാനി സഭകളിലൊക്കെ ദയറാകളിൽ നിന്ന് പഠിക്കുന്ന ആളുകളെയാണ് പിന്നീട് വൈദികരായിട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ അവിടെ ദയറായിലുള്ള ആചാര്യന്മാർ കുർബാന എങ്ങനെ അർപ്പിക്കണം, ധ്യാനം എങ്ങനെ നടത്തണം, പ്രാർത്ഥന എങ്ങനെ നയിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവരുടെ കൂടെ നിർത്തി പഠിപ്പിച്ചു കൊണ്ടുവരികയാണ്. പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരോടൊപ്പം ജീവിച്ച് ആശ്രമങ്ങളിൽ ജീവിച്ച് അവരെ പഠിച്ച് വന്ന ശേഷമാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരെ നിയോഗിക്കുന്നത്. അപ്പൊ അതൊരു നല്ല കാര്യമാണ്. കാരണം കർത്താവ് തന്നോടൊപ്പം ശിഷ്യന്മാരെ തന്നോടൊപ്പം അവരോട് കൂടെ വസിച്ചാണ് കർത്താവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി അപ്പോസ്തലന്മാരെ പരിശീലിപ്പിച്ചതെന്ന് നമുക്കറിയാം. അപ്പം അതൊരു നല്ല കാര്യമാണ്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളില്ല. ഇന്ന് വിദ്യാഭ്യാസം നോക്കുക, അതിനുശേഷം പരീക്ഷ എഴുതുക, പാസ്സാകുക, ഇന്റർവ്യൂവിന് പാസ്സാകുക, അതിനുശേഷം പാസ്റ്ററായിട്ടൊക്കെ വരുന്ന ഒരു രീതിയും. പക്ഷെ ഏതെല്ലാം രീതിയിൽ തിരഞ്ഞെടുത്താലും ദൈവത്തിന്റെ വചനം പറയുന്ന മാനദണ്ഡങ്ങൾ ഒരു അധ്യക്ഷനുണ്ടായിരിക്കണം. സഭയുടെ ലീഡർഷിപ്പിലേക്ക് വരുന്ന വ്യക്തിക്ക് ദൈവവചനത്തിന്റെ മാനദണ്ഡങ്ങൾ നിശ്ചയമായിട്ടും ഉണ്ടായിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിരപവാദ്യനായിരിക്കണം. അദ്ദേഹത്തെ കുറിച്ച് അപവാദങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല. നല്ല സാക്ഷ്യമുള്ളവനായിരിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. മറ്റുള്ളവർ കുറ്റം പറയത്തക്ക രീതിയിൽ, മറ്റുള്ളവർ നോക്കുമ്പോൾ ഇവനാണോ പാസ്റ്ററായിട്ട് വന്നത് എന്ന് ചോദിക്കുവാൻ പാടില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് ബി വിത്തൗട്ട് റിപ്രോച്ച്, അപവാദങ്ങൾക്ക് അതീതനായിരിക്കണം. അപ്പൊ അത് വളരെ ബുദ്ധിമുട്ടാണ്. ജീവിതം എത്രത്തോളം കൃത്യമായി സൂക്ഷിക്കുവാൻ കടപ്പെട്ടവനാണ് ഒരു അധ്യക്ഷൻ എന്ന് നമുക്ക് ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കുവാണ്. അതോട് ചേർന്ന് പറഞ്ഞിരിക്കുന്നത് നിരപവാദ്യനായി ഏകഭാര്യയുടെ ഭർത്താവും. അപ്പം പൗലോസിന്റെ കാലഘട്ടത്തിൽ ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. ഭാര്യയെ ഉപേക്ഷിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. ഭാര്യയോട് വിശ്വസ്തതയില്ലാതെ ജീവിക്കുന്നവരും ഉണ്ടായിരിക്കും. അപ്പൊ ആ പശ്ചാത്തലത്തിലാണ് പറയുന്നത്, അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്ന വ്യക്തി ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണം, ഭാര്യയോട് വിശ്വസ്തത പുലർത്തുന്നവനായിരിക്കണം, കുടുംബജീവിതത്തിൽ മാതൃകയുള്ളവനായിരിക്കും. അതാണ് അവിടെ പറഞ്ഞത്. അപ്പൊ നിരപവാദ്യനായിരിക്കണം, ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണം.
ഇതൊക്കെ ഇന്ന് വലിയ പ്രശ്നമാണ്. ഇന്ന് ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കുവാനോ വ്യാഖ്യാനിക്കുവാനോ ഒക്കെ പോയി കഴിഞ്ഞാൽ വലിയ വിഷയങ്ങളാണ്. കാരണം പാശ്ചാത്യമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു വലിയ സ്വാധീനം നമ്മുടെ സഭകളിലുണ്ട്. അപ്പം കല്യാണം കഴിച്ചിട്ട് 50 വർഷമായി, ഇതാണ് എൻ്റെ ഭാര്യ എന്ന് അമേരിക്കയിൽ ചെന്നപ്പോൾ ഒരു സായിപ്പിനോട് നാട്ടിൽ നിന്ന് പോയ ഒരാൾ പറഞ്ഞു, നിനക്ക് ഇപ്പോഴും ഒരു ഭാര്യയേ ഉള്ളോ എന്ന് ചോദിച്ചെന്നാ പറയുന്നത്. അപ്പം സായിപ്പിന് അത്ഭുതമാണ്, ഈ 40 വർഷമായിട്ട് ഒറ്റ ഭാര്യയുള്ളൂ. സായിപ്പ് 3-4 പ്രാവശ്യം ഡിവോഴ്സും കഴിഞ്ഞ് ഇപ്പം വേറൊരു ആളിൻ്റെ കൂടെയാണ്. അപ്പൊ അവർക്ക് നമ്മുടെ ആ ഒരു സംസ്കാരത്തെ വളരെ കൗതുകത്തോടെ ആയിരിക്കും ഒരുപക്ഷെ അവർ നോക്കുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിലും അങ്ങനെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. ഡിവോഴ്സ് ഒരു പക്ഷെങ്കിൽ പലപ്പോഴും ആവശ്യമായി വരാം. ദൈവവചനം വിവാഹമോചനം അനുവദിക്കുന്നില്ല. പക്ഷെങ്കിൽ ചില സാഹചര്യത്തിൽ വിവാഹം മോചിക്കപ്പെട്ടേ പറ്റൂ. പക്ഷെ അങ്ങനെ വിവാഹം മോചിക്കപ്പെട്ട വ്യക്തി മറ്റൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുവാനുള്ള യോഗ്യതയില്ല. ഇനി ഭാര്യ മരിച്ചു കഴിഞ്ഞിട്ടാണ് മറ്റൊരു വിവാഹം കഴിക്കുന്നതെങ്കിൽ അതിൽ അത്രയും പ്രശ്നമില്ല. അപ്പോഴും അദ്ദേഹത്തിന് ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു ഭാര്യയെ ഉള്ളപ്പോൾ തന്നെ, അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മറ്റൊരു ഭാര്യയെ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആളുകൾ ഇന്ന് ശുശ്രൂഷ ചെയ്യുന്നവർ ധാരാളം ഉണ്ട്. പക്ഷെ ദൈവവചനം ആ കാര്യത്തിൽ വളരെ ശക്തമായ നിർദ്ദേശമാണ് നൽകുന്നത്. അപ്പോൾ വിവാഹമോചനം അത്യാവശ്യമുള്ള രംഗങ്ങളിൽ ഒരുപക്ഷെ വിവാഹമോചനം ആവശ്യമാണ്. അത് ഏറ്റവും കൂടുതൽ സ്ട്രിക്റ്റ് പിടിക്കുന്ന കത്തോലിക്ക സഭ പോലും സഭാ കോടതി കൂടിയ ശേഷം കൂദാശയെ എന്ത് ചെയ്യും? റദ്ദ് ചെയ്യാറുണ്ട്. ചില അപൂർവ സാഹചര്യങ്ങളിൽ, മാനസിക രോഗം അല്ലെങ്കിൽ മറ്റു ചില പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് കുടുംബജീവിതം നയിക്കുവാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ അവർ ചെയ്ത കൂദാശയെ അവരെന്ത് ചെയ്യും? റദ്ദ് ചെയ്യും. കൂദാശകൾ റദ്ദ് ചെയ്യാൻ ഒക്കത്തില്ല എങ്കിലും അവരുടെ ചർച്ച് കൗൺസിൽ അല്ലെങ്കിൽ സഭയുടെ കോടതിയുണ്ട്. അപ്പൊ അത് കുടുംബ കോടതി സഭയ്ക്കുണ്ട്. അപ്പൊ അത് തീരുമാനിച്ച ശേഷമായിട്ട് നിവൃത്തിയില്ലാതെ വരുന്ന സാഹചര്യങ്ങളിൽ അവര് ആ വിവാഹ കൂദാശ അസാധുവാക്കി മാറ്റാറുണ്ട്. അപ്പൊ നിയമപരമായിട്ട് പിന്നീട് അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഡൈവോഴ്സ് ഫയൽ ചെയ്ത് അതിന് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിയെങ്കിൽ മാത്രമേ പിന്നീടുള്ള വിവാഹം നടക്കൂ. അപ്പൊ എന്തായിരുന്നാലും കുടുംബജീവിത സംബന്ധമായി അപവാദങ്ങൾ ഉണ്ടാക്കുവാനോ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുവാനോ ഒരു ശുശ്രൂഷകനെ, ഒരു ഇടയനെ സംബന്ധിച്ച് പാടില്ല. ഭാര്യയോട് വിശ്വസ്തത പുലർത്തുകയും അപവാദങ്ങൾക്ക് അതീതനായി മാതൃകാപരമായ കുടുംബജീവിതം നയിക്കുകയും ചെയ്യുന്നവനായിരിക്കണം ഒരു ക്രിസ്ത്യൻ ലീഡർ, അധ്യക്ഷൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് മറ്റ് കാര്യങ്ങളെ കുറിച്ച് ചുരുക്കമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ വിശദീകരിക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും, ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉടനെ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിക്കാം. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. ബിനു ജെയിംസ് പാസ്റ്റർ പ്രാർത്ഥിക്കാം.